നമസ്കാരം, എല്ലാവർക്കും മൈ മെന്റർ PSCയിലേക്ക് സ്വാഗതം. നമ്മുടെ റിവിഷൻ ക്ലാസ്സസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ സ്പെഷ്യൽ ടോപ്പിക് ആവർത്തന ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ്, കുറച്ച് ഡീപ്പായിട്ട് തന്നെ പോവുകയാണ്. കുറച്ച് ഡീപ്പായിട്ട് നല്ലവണ്ണം സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ ക്വസ്റ്റ്യൻസും കാണുക, എക്സ്പ്ലനേഷൻസ് കേൾക്കുക, എഴുതി വെച്ച് പഠിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ശനിയാഴ്ച നടക്കാൻ പോകുന്ന എക്സാമിന് തീർച്ചയായിട്ടും യൂസ് ഉണ്ടാവും. സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് ക്വസ്റ്റ്യൻ അറിയുന്നതിന് മുമ്പ് ഒരു കാര്യം അറിയുക. നമ്മൾ ഏതൊരു ക്വസ്റ്റ്യൻ എക്സാമിന് കാണുമ്പോഴും 20 മാർക്കിൻ്റെ സ്പെഷ്യൽ ടോപ്പിക് ആണല്ലോ, ഇത് ഏത് മോഡ്യൂളിലേതാണെന്ന് നമ്മൾ തിരിച്ചറിയാൻ സാധിക്കണം. ഏത് മോഡ്യൂളിലേതാണെന്ന് 7 മോഡ്യൂളും കണ്ടിട്ട് ക്വസ്റ്റ്യൻ ഏത് മോഡ്യൂളും തിരിച്ചറിയാൻ പറ്റില്ല, പിന്നെ നമുക്ക് എഴുതാൻ പറ്റില്ല. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. റെക്ടിഫൈഡ് സ്പിരിറ്റ്. ഈ റെക്ടിഫൈഡ് സ്പിരിറ്റ് എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ അറിയേണ്ടത് ഇത് ഏത് മോഡ്യൂളാണ്. ആദ്യം നമുക്കറിയാം, ഇത് ഡിസ്റ്റിലറി ആൻഡ് വെയർഹൗസ് റൂൾസ് 1968 എന്ന പാഠത്തിലെ എന്ന ചാപ്റ്ററിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് റെക്ടിഫൈഡ് സ്പിരിറ്റ് എന്ന് നമ്മൾ നേരത്തെ പഠിച്ചത് അവിടെ ഇരുന്നോട്ടെ, നമ്മൾ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് വരാം. ഫസ്റ്റ് അതുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവന പരിശോധിക്കുക. 1. വാഷിനെ അംശിക സ്വേദനം നടത്തി നിർമ്മിക്കുന്ന 95.6% വീര്യമുള്ള ലായനിയാണ് റെക്ടിഫൈഡ് സ്പിരിറ്റ്. 2. 50 ഡിഗ്രി OP എന്ന് പറഞ്ഞാൽ ഓവർ പ്രൂഫും UP എന്ന് പറഞ്ഞാൽ അണ്ടർ പ്രൂഫുമാണ്. OP എന്ന് പറഞ്ഞാൽ ഓവർ പ്രൂഫും UP എന്ന് പറഞ്ഞാൽ അണ്ടർ പ്രൂഫും നിങ്ങൾ മനസ്സിലാക്കണം. ഇനി കുറയാത്ത ഗാഢതയുള്ള പ്ലെയിൻ അൺഡിനാച്ചുവേർഡ് ആൽക്കഹോളാണ് ഇത് എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ വ്യക്തമാക്കി തരാം. 3. റെക്ടിഫൈഡ് സ്പിരിറ്റിൽ നിന്നും പരമാവധി ജലം നീക്കം ചെയ്ത് കിട്ടുന്ന ഉൽപ്പന്നമാണ് അബ്സല്യൂട്ട് ആൽക്കഹോൾ. ഇത്രയുമാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ആൻസറിലോട്ട് പോകാൻ വരട്ടെ. എന്താണ് നമുക്ക് നോക്കാം. ഫസ്റ്റ്, വാഷിനെ. എന്താണ് ഈ വാഷ്? വാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? പഞ്ചസാര ലായനിയിൽ ഈസ്റ്റ് ചേർത്ത് പുളിപ്പിച്ചുണ്ടാക്കുന്ന ആൽക്കഹോളിനെയാണ് വാഷ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വാഷിനെ നമ്മൾ അടുത്ത പ്രക്രിയയിലേക്ക് പോകണം. എന്താണ്? ഡിസ്റ്റിലേഷൻ. ഡിസ്റ്റിലേഷൻ പ്രക്രിയയിലൂടെ ചേർത്ത് നടത്തി നിർമ്മിക്കുന്ന 95.6% വീര്യമുള്ള ലൈൻ. അപ്പോൾ അതിനകത്ത് അടങ്ങിയിരിക്കുന്ന ആൽക്കഹോളിൻ്റെ അളവ് എത്രയാണ്? 95.6%. വ്യക്തമായിട്ട് മനസ്സിലാകുന്നുണ്ടോ? റെക്ടിഫൈഡ് സ്പിരിറ്റിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കഹോളിൻ്റെ അളവ് 95.6%, ബാക്കി ജലവുമാണെന്നറിയടാ. ജലവുമാണ് ബാക്കി 95.6%. പക്ഷേ ഇതൊരു ശുദ്ധീകരിക്കാത്തതാണെന്ന് കൂടെ അറിയണം. റെക്ടിഫൈഡ് സ്പിരിറ്റ് ശുദ്ധീകരിക്കാത്ത ലായനിയാണെന്നറിയുക. ശുദ്ധീകരിക്കാത്തത്. 50 ഡിഗ്രി OPയിൽ കുറയാത്ത ഗാഢതയുള്ള പ്ലെയിൻ അൺഡിനാച്ചുവേർഡ് ആൽക്കഹോളാണ്. അൺഡിനാച്ചുവേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡീനാച്ചുവേർഡ് ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ ആദ്യം നിങ്ങൾ അറിയുക, ഡീനാച്ചുവേർഡ് ആൽക്കഹോൾ എന്താണെന്ന് അറിയണം. ഡീനാച്ചുവേർഡ് ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ ഒരിക്കലും മനുഷ്യന് പാനയോഗ്യമല്ലാത്ത തരം പാനീയങ്ങളെ ആൽക്കഹോളിനെയാണ് ഡീനാച്ചുവേർഡ് ആൽക്കഹോൾ എന്ന് പറയുന്നത്. എങ്കിൽ എന്ന വാക്കുകൂടെ ചേർത്ത് കഴിഞ്ഞാൽ പാനയോഗ്യമായതാണ്, പക്ഷേ ശുദ്ധീകരിക്കാത്തതാണ്. അപ്പോൾ ഇത് ഡീനാച്ചുവേർഡ് അല്ല, പക്ഷേ എന്നാൽ അൺഡിനാച്ചുവേർഡ് ആണെന്ന് താനും അത് മനസ്സിലാക്കുക. 50 ഡിഗ്രി OP എന്ന് പറയാൻ കാരണം നിങ്ങൾ അറിയുക, ഈ ഓവർ പ്രൂഫ് എന്ന് എവിടെ കണ്ടാലും അതിൻ്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ പുസ്തകങ്ങളിലൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ട്, സമ്മതിച്ചു. അപ്പോൾ അതിൽ ഒരു കാര്യം, എന്താണ് ഈ കാര്യം എന്ന് അറിയണ്ടേ? 50 ഡിഗ്രി OP എന്ന് കണ്ടാൽ നമുക്കറിയാം 100 ഡിഗ്രിയാണ് നമ്മുടെ കറക്റ്റ് വാല്യൂ, 100 ഡിഗ്രി. ഈ 100 ഡിഗ്രിയെക്കാളും എത്ര കൂടുതലാണോ അതാണ് OP, 100 ഡിഗ്രിയെക്കാളും എത്ര കുറവാണോ അത് UP. ക്ലിയർ ആണോ? അപ്പോൾ ഇതിൻ്റെ വാല്യൂ 150 ആണെന്ന് നമുക്ക് എഴുതാം. 150 ആകുമ്പോൾ 100-നേക്കാളും എത്ര കൂടുതൽ? 50 കൂടുതലാണേ. അപ്പോൾ 50 ഡിഗ്രി OP എന്ന് പറയാം. അഥവാ ഇത് 50 ഡിഗ്രി UP എന്നായിരുന്നുവെങ്കിൽ ഇതിൻ്റെ വാല്യൂ വെറും 50 ആയിരിക്കും. കാരണം എന്താ? 100-നേക്കാളും 50 കുറവാണ്. അപ്പോൾ അവിടെ 150 എന്ന് എഴുതുന്നതിന് പകരം നമ്മൾ 50 ഡിഗ്രി OP എന്നും, ഇനി കുറവായിരുന്നെങ്കിൽ 50 ഡിഗ്രി UP എന്നും എഴുതാമായിരുന്നു. 99 ആയിരുന്നെങ്കിലോ 1 ഡിഗ്രി UP എന്ന് എഴുതിക്കൂടെ? 100-നേക്കാളും 1 കുറവ്. 101 ആണെങ്കിലോ 1 ഡിഗ്രി OP എന്ന് എഴുതാം. അപ്പം ക്ലിയർ ആയി കാണും. മനസ്സിലായി? എന്തായാലും ഇത് നിങ്ങൾ കാണാതെ പഠിക്കുക. 50 ഡിഗ്രി OPയിൽ കുറയാത്ത ഗാഢതയുള്ള പ്ലെയിൻ അൺഡിനാച്ചുവേർഡ് ആൽക്കഹോളാണ് ഏത്? റെക്ടിഫൈഡ് സ്പിരിറ്റ്. അടുത്തതിലേക്ക് പോകുന്നു. റെക്ടിഫൈഡ് സ്പിരിറ്റിൽ നിന്നും പരമാവധി ജലം നീക്കം ചെയ്ത് കിട്ടുന്ന ഉൽപ്പന്നമാണ് അബ്സല്യൂട്ട് ആൽക്കഹോൾ. കറക്റ്റാണ്. കാരണം റെക്ടിഫൈഡ് സ്പിരിറ്റിനെ നമ്മൾ ശുദ്ധീകരിച്ചെടുക്കുമ്പോൾ കിട്ടുന്നതാണ്ട നമുക്ക് കുടിക്കാവുന്ന ഈഥൈൽ ആൽക്കഹോൾ അല്ലെങ്കിൽ അബ്സല്യൂട്ട് ആൽക്കഹോൾ. കറക്റ്റാണ്. മൂന്നും കറക്റ്റാണ്.
ഒന്നുകൂടെ നോക്കാം. വാഷിനെ ആംശിക സ്വേദനം നടത്തി നിർമ്മിക്കുന്ന 95.6% വീര്യമുള്ള ലായനി. ഓക്കെ, ക്ലിയർ. 2, 50 ഡിഗ്രി OPയിൽ കുറയാത്ത ഗാഢതയുള്ള പ്ലെയിൻ ആൻഡ് ഡീനാച്ചുറഡ് ആൽക്കഹോൾ ആണ്. 3, റെക്ടിഫൈഡ് സ്പിരിറ്റിൽ നിന്ന് പരമാവധി ജലം നീക്കം ചെയ്ത് കിട്ടുന്ന ഉൽപ്പന്നം. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ അബ്സല്യൂട്ട് ആൽക്കഹോൾ ആക്കാൻ പോകുന്നല്ലോ നമ്മൾ, ഈ റെക്ടിഫൈഡ് സ്പിരിറ്റിനെ അബ്സല്യൂട്ട് ആൽക്കഹോൾ ആക്കുന്നുണ്ടല്ലോ. നമ്മൾ ചോദിക്കട്ടെ, കഞ്ഞിയെ നമ്മൾ ചോറാക്കുന്നു എങ്ങനെയാണ്? കഞ്ഞിയിൽ നിന്ന് മാക്സിമം വെള്ളം, ജലം നീക്കം ചെയ്താണല്ലോ അത് ചോറാകുന്നത്. അപ്പോൾ ഈ റെക്ടിഫൈഡ് സ്പിരിറ്റിൽ ജലം മാറ്റിക്കഴിഞ്ഞാൽ എന്താണ്? അബ്സല്യൂട്ട് ആൽക്കഹോളായി. എന്ത് ചേർത്തായിരിക്കും ഈ ജലം നീക്കം ചെയ്യുന്നത്? ആ പ്രോഡക്ട്സിനെ നമ്മൾ അറിയണം. അപ്പോൾ റെക്ടിഫൈഡ് സ്പിരിറ്റിനെ അബ്സല്യൂട്ട് ആൽക്കഹോളിന് വേണ്ടി ചേർക്കുന്ന പദാർത്ഥങ്ങൾ ഞാനിവിടെ എഴുതാം, ശ്രദ്ധിക്കുക. ഒന്ന് ബെൻസീൻ, ഓർത്തോളുക, ബെൻസീൻ. 2, പെട്രോൾ സംസ്കരിച്ച പദാർത്ഥങ്ങൾ. 3, ഗ്ലിസറിൻ. 4, പൊട്ടാസ്യം കാർബണേറ്റ്. 5, പ്ലാസ്റ്റർ ഓഫ് പാരീസ്. ഈ പദാർത്ഥങ്ങളാണ് ചോദിക്കാം. ഈ പദാർത്ഥങ്ങളാണ് റെക്ടിഫൈഡ് സ്പിരിറ്റിനെ എന്താക്കാൻ സഹായിക്കുന്നത്? അബ്സല്യൂട്ട് ആൽക്കഹോൾ ആക്കാൻ സഹായിക്കുന്നത്, ജലം നീക്കാൻ സഹായിക്കുന്നത്. മനസ്സിലായല്ലോ? ഒരു ക്ലൂ, ഒരു കോഡ് തരാം. ഒരു ബെൻസ് കാർ എടുക്കുക. ഈ ബെൻസ് കാർ ഓടിക്കുന്നത് എന്ത് വെച്ചാണ്? പെട്രോൾ വെച്ചാണ്. ബെൻസ് കാറിന് നല്ല ഗ്ലാസ് ഉണ്ട്. ഈ ഗ്ലാസ് പൊട്ടിയാൽ നമ്മൾ എന്ത് വെച്ചൊട്ടിക്കും? പ്ലാസ്റ്റർ ഓഫ് പാരീസ് വെച്ചൊട്ടിക്കും. ഓർത്ത് നോക്കി, വളരെ എളുപ്പമാണ്. നോക്കി നോക്കിടാ, ബെൻസ് കാർ, പെട്രോള്, ഗ്ലാസ് പൊട്ടിയാൽ എന്താണ്? പ്ലാസ്റ്റിക് വെച്ച്, അല്ലെങ്കിൽ പ്ലാസ്റ്റർ വെച്ച് ഒട്ടിക്കും. ക്ലിയർ ആണോ? അപ്പോൾ നമ്മുടെ ശരി ഉത്തരം വന്നു ഓപ്ഷൻ എ അല്ലേ? അപ്പം നിങ്ങൾക്ക് കുറേ ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് കിട്ടി. ഒറ്റ ക്വസ്റ്റ്യൻ നമുക്ക് എത്ര എക്സ്പ്ലനേഷൻ കിട്ടി? മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എക്സാമിന് യൂസ് ചെയ്തോളൂ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. റെഡി അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നോക്കാം, വളരെ എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ. സ്കൂൾ വിദ്യാർത്ഥികളിലെ ലഹരി ഉപയോഗത്തിന് പരിഹാരം കാണുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്ന കർമ്മ പദ്ധതി ഏത്? അപ്പോൾ സ്കൂൾ വിദ്യാർത്ഥികളിലെ ലഹരി ഉപയോഗത്തിന് പരിഹാരം കാണുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്ന കർമ്മ പദ്ധതി നവചേതനയാണോ, റെഡ് ഷർട്ട്സ് ആണോ, റെഡ് ആർമി ആണോ, ഗസ്റ്റപ്പോയാണോ? ഇതിലേതാണ്? ഇതൊരു നമ്മുടെ ക്യാമ്പയിൻ അഗൈൻസ്റ്റ്. എല്ലാ ക്വസ്റ്റ്യനും കാണുമ്പോഴും ആദ്യം മോഡ്യൂൾ പറയണം. എന്താണ്? ക്യാമ്പയിൻ അഗൈൻസ്റ്റ് ആൽക്കഹോളിസം എന്ന മോഡ്യൂളാണ്. വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. ആൻസർ ഓപ്ഷൻ എ ആണ്. എന്താണ് ആൻസർ? നവചേതന ആണ് ആൻസർ. അപ്പോൾ സ്കൂൾ വിദ്യാർത്ഥികളുടെ ലഹരി ഉപയോഗം തടയാനായി ഉള്ള പദ്ധതിയാണ് നവചേതന. പഠിച്ചോളാം. ക്വസ്റ്റ്യൻ ആണ് പഠിക്കേണ്ടത്, ആൻസർ അല്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. വ്യക്തമാവുന്നുണ്ടല്ലോ അല്ലേ? വ്യക്തമാവുന്നുണ്ട്. അടുത്തത്, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായതേവ. നോക്കാം. നേർത്ത സ്പിരിറ്റിലെ ഗാഢ സ്പിരിറ്റ് ചേർത്ത് ശക്തിപ്പെടുത്തുന്ന പ്രക്രിയയാണ് ഫോർട്ടിഫിക്കേഷൻ. അപ്പോൾ നേർത്ത സ്പിരിറ്റിലെ ഗാഢ സ്പിരിറ്റ് ചേർത്ത് ശക്തിപ്പെടുത്തുന്ന പ്രക്രിയയാണ് ഫോർട്ടിഫിക്കേഷൻ. 2, ഇന്ത്യൻ നിർമ്മിതമോ വിദേശത്തു നിന്നും ഇറക്കുമതി ചെയ്തതോ ആയ സ്പിരിറ്റിൽ കൃത്രിമമായി നിറമോ ഫ്ലേവർ ചേർക്കുന്നതിനാണ് കോമ്പൗണ്ടിങ് എന്ന് പറയുന്നത്. ഓക്കെ. 3, സ്പിരിറ്റിനെ ജലവുമായി കൂട്ടിക്കലർത്തുന്നതിനെ റെഡ്യൂസിങ് എന്ന് പറയുന്നു. അപ്പോൾ ഇതിലേതാണ് തെറ്റ് എന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് ഒരു കാര്യം, നേർത്ത സ്പിരിറ്റിനെ, അതായത് വീര്യം കുറഞ്ഞ സ്പിരിറ്റിൻ്റെ വീര്യം കൂട്ടുന്ന പ്രക്രിയയാണ് ഫോർട്ടിഫിക്കേഷൻ എന്നാണ് തന്നിരിക്കുന്നത്. വളരെയധികം ശരിയാണ്. വീര്യം കൂട്ടുന്ന പ്രക്രിയ പറയുന്ന പേര് ഫോർട്ടിഫിക്കേഷൻ. എന്നാൽ വീര്യം കുറയ്ക്കുന്ന പ്രക്രിയ അത് റെഡ്യൂസിങ് എന്നല്ലേ പറയുക? ജലം ചേർത്താൽ അത് റെഡ്യൂസിങ് അല്ലേ? ഫോർട്ടിഫിക്കേഷൻ വീര്യം കൂട്ടുന്നതാണ്. രണ്ടും ശരി. 1ഉം 3ഉം ശരി. 2 നോക്കാം. ഇന്ത്യൻ നിർമ്മിതമോ വിദേശത്തു നിന്നും ഇറക്കുമതി ചെയ്തതോ ആയ സ്പിരിറ്റിൽ കൃത്രിമമായി നിറമോ ഫ്ലേവറോ ചേർക്കുന്നത് കോമ്പൗണ്ടിങ് ആണ്. 3 ക്ലോസ് 5 നിർവചനം അബ്കാരി ആക്ട് 3 ക്ലോസ് 5 പറയുന്നുണ്ട് ഇത്. അപ്പോൾ ഓർമ്മിക്കുക, ഈ ക്വസ്റ്റ്യൻ വളരെ എളുപ്പമാണ്. ആൻസർ എല്ലാം ശരി എന്നാണ് ആൻസർ. തെറ്റായതാണ് ചോദിച്ചത്, പക്ഷേ തെറ്റില്ല. കാരണം എന്താ? എല്ലാം ശരിയാണ്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇത് 3 ഓർമ്മിക്കുക. ഒരു കാര്യം കൂടെ ഇവിടെ പറയാം. ബ്ലെൻഡിങ്. എന്താണ് ബ്ലെൻഡിങ് എന്ന് ചോദിച്ചാൽ, ഒരേ വീര്യമുള്ളതോ വ്യത്യസ്ത വീര്യമുള്ളതോ ആയ 2 തരം സ്പിരിറ്റുകളെ തമ്മിൽ കൂട്ടി യോജിപ്പിക്കുന്ന പ്രക്രിയയാണ് ബ്ലെൻഡിങ്. ഒരേ വീര്യമുള്ളതോ വ്യത്യസ്ത വീര്യമുള്ളതോ ആയ 2 തരം സ്പിരിറ്റുകൾ തമ്മിൽ കൂട്ടി യോജിപ്പിക്കുന്ന പ്രക്രിയയാണ് ബ്ലെൻഡിങ് എന്നറിയുക, അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കൽ എന്ന് പറയുക. 3 ക്ലോസ് 2A അതിൻ്റെ നിർവചനം.
3 + 2a. അപ്പോൾ നമ്മൾ 4 നിർവചനം പഠിച്ചിട്ട് പോവുക. ഒരുമിച്ച് ചോദിക്കാം. കോമ്പൗണ്ടിങ്, ബ്ലെൻഡിങ്, ഫോർട്ടിഫിക്കേഷൻ, റെഡ്യൂസിങ്. മനസ്സിലായല്ലോ? അടുത്തേക്ക് പോകാം. ഇത് ഡിസ്റ്റിലറി ആൻഡ് വെയർഹൗസ് റൂൾസ് എന്ന ചാപ്റ്ററിനകത്തും അബ്കാരി ആക്ടിനകത്തും കോമൺ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ്, ഇതെന്ന് അറിയുക. അടുത്ത ക്വസ്റ്റ്യൻ. കേരള ഡിസ്റ്റിലറി ആൻഡ് വെയർഹൗസ് റൂൾ പ്രകാരം ENA ഇറക്കുമതി ചെയ്യുന്നതിലേക്ക് യാത്രാമധ്യേയുള്ള നിയമാനുസൃത നഷ്ടം ചട്ടപ്രകാരം അനുവദനീയമാണ്. എത്രയാണ് എന്നതുമായി ബന്ധപ്പെട്ട് താഴെ പരാമർശിക്കുന്ന ഏതൊക്കെ പ്രസ്താവനകളാണ് ശരിയെന്ന് വ്യക്തമാക്കുക. അതായത് ഇവിടെ നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ ഡിസ്റ്റിലറി ആൻഡ് വെയർഹൗസ് റൂൾസ് ആണ് നോക്കുന്നത്. ഇതിനകത്ത് ENA ഒരു വാക്കുണ്ട്. ENA എന്താണ്? ENA എന്ന് ചോദിച്ചാൽ എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ. എന്താണ് ENA എന്ന് പറഞ്ഞാൽ? എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ. എന്താണ് എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ? മദ്യമോ അല്ലയോ മറ്റോ നിർമ്മിക്കാനുള്ള പ്രാഥമിക അസംസ്കൃത വസ്തുക്കളെ പറഞ്ഞ പേരാണ് എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ. അപ്പം നിർമ്മിക്കാനുള്ള പ്രാഥമിക അസംസ്കൃത വസ്തുക്കളെ പറഞ്ഞ പേരാണ് എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ. ഇതിന് ഉദാഹരണങ്ങളാണ് കരിമ്പ്, മൊളാസസ്, ധാന്യങ്ങൾ. ഇതൊക്കെ ഉദാഹരണങ്ങളാണ്. ഇത് ഇറക്കുമതി ചെയ്യുന്നതിന് ടാക്സും കൊടുക്കണം. ഇവിടെ വേസ്റ്റേജുമായി ബന്ധപ്പെട്ട കാര്യമാണ്. നിയമാനുസൃത നഷ്ടം, അതായത് യാത്രാമധ്യയുള്ള നിയമാനുസൃത നഷ്ടം എന്ന് പറഞ്ഞാൽ വേസ്റ്റേജിന് ടാക്സ് എങ്ങനെ കൊടുക്കണമോ ബോട്ടിലിംഗ് കുപ്പിയിലാക്കുമ്പോൾ വേസ്റ്റേജ് എന്ന് പറയുന്നതാണ്. അപ്പോൾ ഇവിടെ ആൻസർ ഓപ്ഷൻ എ, ഓരോ 400 കിലോമീറ്റർ ദൂരത്തിനും 1% ഓരോ 500 കിലോമീറ്റർ ദൂരത്തിനും 0.1 വീതമെന്നും ഓരോ 400 കിലോമീറ്റർ ദൂരത്തിനും 0.1% വീതവും ആകെ യാത്രയ്ക്ക് പരമാവധി 0.5% ഒന്നാണ്. ഇതിൽ ശരി ഉത്തരം നിങ്ങളൊരു ചെറിയ രീതിയിൽ കാണാതെ പഠിക്കുക. കാരണം ഇത് അങ്ങനെ പഠിക്കാനേ പറ്റി ഈ വാല്യൂസ്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് നിങ്ങൾ അറിയേണ്ടത് എന്താണ്? ഇവിടെ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി ആണ്. 3ഉം 4ഉമാണ് ശരിയെന്നറിയുക. ഓക്കെ, ഏതൊക്കെ പ്രശ്നങ്ങളാണ് ശരിയെന്നാണ് ചോദിച്ചത്. അപ്പോൾ 3, 4 ശ്രദ്ധിച്ചോണം. ഓപ്ഷൻ ശ്രദ്ധിക്കണേ. ചിലതിൽ ഓപ്ഷൻ തെറ്റെന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ശരിയാണോ തെറ്റാണോ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് മനസ്സിലാക്കുക. 3ഉം 4ഉം ശരി. ഇത് പഠിച്ചോളാം. ഓരോ 400 കിലോമീറ്റർ ദൂരത്തിനും 0.1ഉം ആകെ യാത്രയ്ക്ക് എത്രയാണ്? പരമാവധി 0.5%. കാണാതെ എഴുതി വെച്ച് പഠിച്ചോളാം. ചിലപ്പോൾ വീണ്ടും ഇത് ആവർത്തിക്കാം. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യനാണ്. കുറച്ച് നമ്മളല്ലേ 90% ഇന്ന് മോഡൽ ക്വസ്റ്റ്യൻസും ഒരു 10% പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്ത ക്ലാസ് ആണെന്ന്. മാക്സിമം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരും. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ മദ്യം വിൽക്കുന്നതിന് സർക്കാർ നിരോധിക്കുന്ന ദിവസങ്ങളാണ് ഡ്രൈ ഡേയ്സ്. അവയിൽ തെറ്റായവ കണ്ടെത്തുക. ഈ ഡ്രൈ ഡേയ്സ് പറഞ്ഞ കൂട്ടത്ത് ഡ്രൈ ഡേയ്സ് നമുക്കൊന്ന് നോക്കാം. ഏതൊക്കെയാണ്? ശ്രീകൃഷ്ണ സ്വാമി ജയന്തി, അതുപോലെ ഗാന്ധി ജയന്തി, സ്വാതന്ത്ര്യദിനം, ശ്രീനാരായണ ഗുരു സമാധി. ഓക്കെ, അപ്പോൾ ഇതിൽ ഏതൊക്കെ ദിവസങ്ങളാണ് ഡ്രൈ ഡേയ്സ്? തെറ്റായവ കണ്ടെത്തുക എന്നാണ്. തെറ്റായത് ഏതൊക്കെയായിരിക്കും? തെറ്റായത് ശ്രീകൃഷ്ണ ജയന്തി തെറ്റാണ്, 1 തെറ്റാണ്. അതുപോലെ പിന്നെ എന്താ? ഗാന്ധി ജയന്തി ശരിയല്ലേ? ഗാന്ധി ജയന്തിക്ക് തുറക്കാൻ പാടുണ്ടോ? സർക്കാർ നിരോധിക്കുന്ന ദിവസങ്ങളാണ് ഡ്രൈ ഡേയ്സ്. അവയിൽ തെറ്റായവ കണ്ടെത്തുക. അപ്പോൾ 1 തെറ്റ്, 2 ശരി. സ്വാതന്ത്ര്യദിനം തെറ്റ്, ശ്രീനാരായണ ഗുരു സമാധി ശരി. അപ്പോൾ ഏതൊക്കെയാണ് ശരി? 2ഉം 4ഉം അല്ലേ? 2ഉം 4ഉം ശരി, 1ഉം 3ഉം തെറ്റ്. 1ഉം 3ഉം തെറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആൻസർ ഏതാണ്? സി ആണ് ആൻസർ. 1ഉം 3ഉം തെറ്റല്ലേ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ തെറ്റായത് സി ആണ് ആൻസർ, മറക്കരുത്. അപ്പോൾ ഡ്രൈ ഡേയ്സിൽ വരുന്നത് 9ഓളം ഡ്രൈ ഡേയ്സ് നമുക്കറിയാം. അത് നിങ്ങൾക്ക് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. കഴിഞ്ഞ വീഡിയോസ് ഒന്ന് കാണുക. കഴിഞ്ഞ നമ്മുടെ എക്സസൈസിൻ്റെ വീഡിയോസിൽ വൃത്തിയായിട്ട് എന്ത് പറഞ്ഞിട്ടുണ്ട്? ഡ്രൈ ഡേയ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ആണോ? അതുപോലെ ഡ്രൈ സ്റ്റേറ്റ്സ് നിങ്ങളൊന്ന് അറിയണം. ഡ്രൈ സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഈ മദ്യനിരോധനം ഏർപ്പെടുത്തിയ സംസ്ഥാനങ്ങളാണ് ഡ്രൈ സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത്. അതിൽ പെടുന്നവ ഞാനൊന്ന് പറഞ്ഞുതരാം. ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ചിരിക്കുക. ചിലപ്പോൾ ചോദിച്ചാലോ, ഗുജറാത്ത് വരും, മിസോറാം വരും, ബീഹാർ വരും, നാഗാലാൻഡ് വരും. ഓർമ്മിക്കുക. കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപ് ഉൾപ്പെടും. ഇതൊന്ന് ഓർത്ത് വെച്ചോണേ. ഡ്രൈ ഡേയ്സിൻ്റെ കൂടെ ഡ്രൈ സ്റ്റേറ്റ്സ് ഒന്നും കൂടെ ഒന്ന് ഓർമ്മിച്ച് വെച്ചേക്കുക. എന്നാൽ നിലവിൽ വന്ന കാലം മുതൽ മദ്യനിരോധനം ഏർപ്പെടുത്തിയ സംസ്ഥാനം ചോദിച്ചാൽ അത് ഗുജറാത്ത് എന്ന് നിങ്ങൾ അറിയുക. ഗുജറാത്ത്. ക്ലിയർ ആണോ? ഓക്കെ, അടുത്തേക്ക് വരും. നമ്മുടെ ആപ്പിനകത്ത് ക്യാമ്പയിൻ അഗെയിൻസ്റ്റ് ആൽക്കഹോളിസം എന്ന ചാപ്റ്റർ നമ്മൾ ചെയ്തപ്പോൾ അത് വ്യക്തമായിട്ട് അത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ എടുക്കുന്നു. ഇതിൽ ശരിയായവ കണ്ടെത്തുക എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ അതിൽ നമുക്ക് നോക്കാം. ജലത്തിൻ്റെയും ആൽക്കഹോളിൻ്റെയും മിശ്രിതത്തിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി 0.79421 എന്നാണ്. അതുപോലെ മീഥൈൽ ആൽക്കഹോളിനെ വുഡ് സ്പിരിറ്റ് എന്നറിയപ്പെടുന്നു. ആൽക്കഹോളിൻ്റെ ഗാഢത കണ്ടെത്തുന്നതിനുള്ള ഉപകരണമാണ് ഹൈഗ്രോമീറ്റർ എന്നും. അതുപോലെ ഈഥൈൽ ആൽക്കഹോളിൻ്റെ രാസസൂത്രവാക്യം CH3OH ചോദിച്ചിരിക്കണം. നമുക്ക് നോക്കാം ഓരോന്നായിട്ട്. ഫസ്റ്റ്, ജലത്തിൻ്റെയും ആൽക്കഹോളിൻ്റെയും മിശ്രിതത്തിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എത്ര തന്നെയാണ്? 0.79421 തന്നെയാണ് കറക്റ്റ് ആണ്. അതിനിടയിലാണ് കറക്റ്റ്. 2,
മീഥൈൽ ആൽക്കഹോളിനെ വുഡ് സ്പിരിറ്റ് എന്നറിയപ്പെടുന്നു. കറക്റ്റാണ്. മീഥൈൽ ആൽക്കഹോൾ എന്തൊക്കെ അറിയപ്പെടും? വുഡ് സ്പിരിറ്റ് എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത്. കാരണം നമുക്ക് എന്താണ് അത് നമുക്കറിയാമല്ലോ. മറ്റേ ഈഥൈൽ ആൽക്കഹോളിനെ ഗ്രേപ്പ് സ്പിരിറ്റ് എങ്കിൽ മീഥൈൽ ആൽക്കഹോളിനെ വുഡ് സ്പിരിറ്റ്. നമുക്കറിയാം പാനയോഗ്യമായത് ഈഥൈൽ ആൽക്കഹോളും ഒരിക്കലും കുടിക്കാൻ പറ്റാത്തത് മീഥൈൽ ആൽക്കഹോളുമാണ്. വിഷമദ്യ ദുരന്തങ്ങൾക്ക് കാരണമാണ് ഏത്? മീഥൈൽ ആൽക്കഹോൾ. അപ്പോൾ ഇത് രണ്ടും ഓക്കെ. 3, ആൽക്കഹോളിൻ്റെ ഗാഢത കണ്ടെത്താനുള്ള ഉപകരണം ഹൈഗ്രോമീറ്റർ അല്ല, ഹൈഡ്രോമീറ്ററാണ്. ഹൈഗ്രോമീറ്റർ അല്ല, ഹൈഡ്രോമീറ്ററാണ്. അപ്പോൾ ഇത് തെറ്റാണ്, മൂന്നാമത്തെ ഓപ്ഷൻ. 4, ഈഥൈൽ ആൽക്കഹോളിൻ്റെ രാസസൂത്രവാക്യം CH3OH അല്ല. CH3OH അല്ല. എന്താണ് വരുന്നത്? അല്ലേ, C2H5OH ഇങ്ങനെ വരും. അല്ല എങ്കിൽ CH3CH2OH എന്ന് വരണം. എങ്കിലേ ഇതെന്താവുകയുള്ളൂ? ഈഥൈൽ ആൽക്കഹോൾ ആവുകയുള്ളൂ. അല്ലെങ്കിൽ ഇതെന്താണ്? ഇത് മീഥൈൽ ആൽക്കഹോളാണ് തന്നേക്കുന്നത്. അപ്പോൾ ഈ 2 ഓപ്ഷനും എന്താണ്? തെറ്റാണെന്നറിയുക. അപ്പോൾ 1 ശരി, 2 ശരി. അപ്പോൾ 1ഉം 2ഉം ശരിയാണെങ്കിൽ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി ശരിയാണ്. ക്ലിയർ ആണല്ലോ? മനസ്സിലായല്ലോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, NDPS നിയമത്തിൽ ഒരു വ്യക്തിയെ പരിശോധിക്കുമ്പോൾ പാലിക്കേണ്ട നിബന്ധനകൾ വ്യക്തമാക്കിക്കൊണ്ടുള്ള വകുപ്പ് ഏതൊക്കെയാണ്? ഒരു വ്യക്തിയെ പരിശോധിക്കുമ്പോൾ, അതായത് ദേഹ പരിശോധനയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ദേഹ പരിശോധന, ഒരു വ്യക്തിയെ ദേഹ പരിശോധന നടത്താൻ സെക്ഷൻ 50 ശരി ഉത്തരം. ഏതാണ്? സെക്ഷൻ 50. ഇവിടെ എന്ത് പറയുന്നു നമ്മൾ? ഇവിടെ എന്ത് പറയുന്നു? സെക്ഷൻ 50 ആണല്ലോ ശരി ഉത്തരം. സെക്ഷൻ 50 പ്രകാരം ഒരു വ്യക്തിയുടെ ദേഹ പരിശോധന നടത്തണമെങ്കിൽ ഒരു എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യത്തിൽ ചെയ്യണം, അല്ലെങ്കിൽ ഒരു ഗസറ്റഡ് ഓഫീസറുടെ സാന്നിധ്യത്തിൽ ചെയ്യണം. മാത്രമല്ല, ദേഹ പരിശോധന നടത്തുമ്പോൾ അതൊരു സ്ത്രീ ആണെങ്കിൽ സ്ത്രീ തന്നെ പരിശോധന നടത്തുമെന്ന് പറയുന്നു. അതുമാത്രമല്ല, അയാളെ പരിശോധിക്കേണ്ട ആവശ്യമില്ല എന്ന് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് അല്ലെങ്കിൽ മജിസ്ട്രേറ്റിന് തോന്നുകയാണെങ്കിൽ അയാളെ വിട്ടയക്കാം. ഇനി പരിശോധന നടത്തിക്കഴിഞ്ഞാൽ ആ പരിശോധന റിപ്പോർട്ട് അന്വേഷണ ഉദ്യോഗസ്ഥൻ എത്ര സമയത്തിനുള്ളിൽ സമർപ്പിക്കണമെന്ന് ചോദിച്ചാൽ 72 മണിക്കൂറിനുള്ളിൽ സമർപ്പിക്കണം. എത്രയാണ്? 72 മണിക്കൂറിനുള്ളിൽ സമർപ്പിക്കണമെന്നൂടെ അറിയുക. ക്ലിയർ ആണല്ലോ? 72 മണിക്കൂർ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, NDPS നിയമത്തിലെ 22ാം വകുപ്പ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? NDPS നമ്മൾ 22ാം വകുപ്പ് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്. 20ഉം 21ഉം 22ഉം 20ഉം 21ഉം 20ഉം 21ഉം 22ഉം എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ 20 കഞ്ചാവ് എന്നറിയുക, കഞ്ചാവുമായി ബന്ധപ്പെട്ട്. 21 എന്ന് പറഞ്ഞാൽ നാർക്കോട്ടിക് ഡ്രഗ്സ്. 22 സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് എന്നാണ് പഠിച്ചത്. ഇത് 3ഉമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് NDPSൽ പറയുന്നത്. അപ്പോൾ നമ്മുടെ സെക്ഷൻ 22 എന്തായിരിക്കും? സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് അല്ലേ? അപ്പോൾ ഇതിൽ ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ സി അല്ലേ വരുള്ളൂ, ബാക്കി ഒന്നും അതിലില്ലല്ലോ. സൈക്കോട്രോപിക് സബ്സ്റ്റൻസുമായി ബന്ധപ്പെട്ട നിയമലംഘനങ്ങൾ ഓപ്ഷൻ സി ആണ്. അപ്പോൾ നമ്മളിവിടെ വേറൊരു കാര്യം കൂടെ അറിയുക. ഈ കഞ്ചാവിൻ്റെ കൃഷി, വിൽപ്പന തുടങ്ങിയവയൊക്കെ വരുന്നത് 20ാമത്തെ സെക്ഷനിലായിരിക്കും അല്ലേ? കഞ്ചാവുമായിട്ട് ബന്ധപ്പെട്ട സെക്ഷൻ 20 അല്ലേ? അതുപോലെ നമ്മൾ അറിയുക 20ലെ 1 എ എന്നൊരു സെക്ഷൻ എവിടെ കണ്ടാലും 20 എ എവിടെ കണ്ടാലും നിങ്ങൾ പറയുക ഇത് കഞ്ചാവ് ചെടി വളർത്തുന്നവർക്കുള്ള കാര്യമാണ് 20 എ പറയുന്നതെന്ന് അറിയുക. ഓക്കെ, ഇതൊക്കെ ബാക്കി നമ്മൾ കഴിഞ്ഞ വീഡിയോ കൂടെ വെച്ച് കാണുക കേട്ടോ. കഴിഞ്ഞ വീഡിയോ നിങ്ങൾ എല്ലാവരും നന്നായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ ചേർത്ത് വെച്ച് നമ്മുടെ വീഡിയോ കാണുക. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എന്താ പറയുക, ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം എന്താ, എല്ലാവർക്കും മാർക്ക് കിട്ടട്ടെ. ഓക്കെ, അപ്പോൾ അടുത്തതിലേക്ക് പോകാം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നോക്കാം. താഴെ തന്നിട്ടുള്ളതിൽ റെക്ടിഫൈഡ് സ്പിരിറ്റിൻ്റെ ഉപയോഗത്തിൽ ഉൾപ്പെടാത്തത് ഏത്? റെക്ടിഫൈഡ് സ്പിരിറ്റിൻ്റെ ഉപയോഗത്തിൽ റെക്ടിഫൈഡ് സ്പിരിറ്റ് ഞാൻ പറഞ്ഞു എന്താണ്? 95.6% ആൽക്കഹോളും ബാക്കി ജലവുമാണെന്നറിയുക. പൂർണ്ണമായിട്ടും ശുദ്ധീകരിച്ചതല്ല. ശുദ്ധീകരിച്ചാൽ അത് അബ്സല്യൂട്ട് ആൽക്കഹോളായി മാറുമെന്നറിയുക. അബ്സല്യൂട്ട് ആൽക്കഹോൾ ആക്കാൻ ചേർത്ത പദാർത്ഥങ്ങൾ പറയുകയും ചെയ്തു. ഇനി നോക്കിയേ, മെഡിസിനൽ ആൻഡ് ടോയ്ലറ്റ് ഉപയോഗത്തിനായുള്ളവ നിർമ്മിക്കുന്നതിനായി എന്ന് പറയുന്നു. അപ്പോൾ അതായത് മെഡിസിനൽ പർപ്പസ് അറിയാമല്ലോ. അപ്പോൾ അതിനാണ് ഇത് ഉപയോഗിക്കുന്നതെന്ന് പറയുന്നു. 2 DDT നിർമ്മാണത്തിനായെന്ന് പറയുന്നു. 3 റിസർച്ച് ആവശ്യങ്ങൾക്കായെന്ന് പറയുന്നു. 4 കെമിസ്റ്റുകൾ, ഡോക്ടർമാർ എന്നിവർക്ക് ആവശ്യങ്ങൾക്കനുസൃതമായി അവർ ഉപയോഗിക്കുന്ന മിശ്രിതങ്ങൾ ചേർക്കാനായി. അപ്പോൾ ഈ റെക്ടിഫൈഡ് സ്പിരിറ്റിൻ്റെ ഉപയോഗത്തിൽ ഉൾപ്പെടാത്തത് ഏതെന്ന് ചോദിച്ചാൽ ഇവിടെ ആൻസർ ഓപ്ഷൻ ഡി പഠിച്ചോളുക. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഉൾപ്പെടാത്തത് എന്ന് നിങ്ങൾ അറിയണം. ഉൾപ്പെടാത്തത് ഓപ്ഷൻ ഡി. അപ്പോൾ ഇതെല്ലാം ഉൾപ്പെടുന്നവയാണെന്ന് അറിയണം. ഒന്നറിയണം, റെക്ടിഫൈഡ് സ്പിരിറ്റിൻ്റെ ഉപയോഗങ്ങൾ ഒന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യങ്ങളായ റമ്മ്, വിസ്കി തുടങ്ങിയവയിൽ സാധാരണയായി കണ്ടുവരുന്ന പ്രൂഫ് സ്പിരിറ്റിൻ്റെ അളവ് എത്ര?
അപ്പോൾ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യങ്ങളായ IMFLകളാണ്. IMFL എന്താണെന്നും ഈ FMFL എന്താണെന്നൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഓക്കെ, അതിൽ റമ്മ്, വിസ്കി തുടങ്ങിയവയിൽ സാധാരണയായി കണ്ടുവരുന്ന പ്രൂഫ് സ്പിരിറ്റിൻ്റെ അളവ് എത്രയെന്ന് ചോദിച്ചാൽ നിങ്ങൾ കാണാതെ അങ്ങ് പഠിക്കുക, 70 ഡിഗ്രി എന്ന് പഠിക്കുക. 70 ഡിഗ്രി ഇത് കാണാതെ പഠിക്കേണ്ടത് ആവശ്യമാണ്. 70 ഡിഗ്രി എന്ന് പഠിക്കുക. ഓപ്ഷൻ എ ആണ് 70 ഡിഗ്രി എന്ന് പഠിക്കുക. ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്തത് CH3OH എന്തിനെ സൂചിപ്പിക്കുന്നു? വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ. CH3OH വളരെ എളുപ്പമാണ്. എന്താണ് CH3OH? പറയൂ. അത് മെത്തനോളാണ് അല്ലേ? നേരത്തെ പറഞ്ഞു തന്നെയാണ് മെത്തനോൾ. കുഴപ്പമില്ല. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പെർമിറ്റ് ഇല്ലാതെ കൈവശം വയ്ക്കാൻ പറ്റുന്ന വൈനിൻ്റെ അളവ് എത്ര? നമുക്കറിയാം, ഒരു വ്യക്തിക്ക് കൈവശം വയ്ക്കാവുന്ന മദ്യത്തിൻ്റെ അളവ്, പെർമിറ്റ് ഇല്ലാതെ ഉള്ള മദ്യത്തിൻ്റെ അളവ് 15 ലിറ്റർ ആണെന്ന് നമുക്കറിയാം. ഈ 15 ലിറ്ററിൽ എന്തൊക്കെ കൈവശം വെക്കാമെന്ന് നമുക്കറിയാം. എന്തൊക്കെയാണ് അവിടെ നമുക്കറിയാം. ഫസ്റ്റ് കള്ള്, നാടൻ മദ്യമായ കള്ള് എത്ര ലിറ്ററാണ്? 1.5 ലിറ്ററും. അടുത്ത് വൈന് 3.5 ലിറ്ററും. ബിയർ 3.5 ലിറ്ററും. IMFL 3 ലിറ്ററും. FMFL 2.5 ലിറ്ററും. ആറാമത്തത് കൊക്കോ ബ്രാൻഡി എത്ര ലിറ്ററാണ്? 1 ലിറ്ററുമാണ്. ഇതാണ് അവിടെ സൂക്ഷിക്കുന്നത്. കള്ള്, വൈന്, ബിയർ, IMFL, FMFL, കൊക്കോ ബ്രാൻഡി. അപ്പോൾ ഇത് ഇത്രയും ഒന്ന് ഓർമ്മിക്കുക. അപ്പോൾ പെർമിറ്റ് ഇല്ലാതെ കൈവശം വയ്ക്കുന്ന വൈനിൻ്റെ അളവ് ദാടപ്പുണ്ട്. ആൻസർ എത്രയാണ്? 3.5 ലിറ്റർ. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. 3.5 ലിറ്റർ. ഓക്കെ ആണ്, 3.5 ലിറ്റർ. അടുത്തതിലേക്ക് പോകുന്നു. FL1 ലൈസൻസ് നൽകാൻ അധികാരമുള്ള ഉദ്യോഗസ്ഥനാൽ. നമുക്കറിയാം, FL1 ലൈസൻസ് എന്ന് പറഞ്ഞാൽ ഫോറിൻ ലിക്വർ ലൈസൻസ് 1 ആണ്. നമ്മളെ കേരള സ്റ്റേറ്റ് ബിവറേജസ് കോർപ്പറേഷൻ ലിമിറ്റഡും കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ലിമിറ്റഡും കേരള സ്റ്റേറ്റ് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ലിമിറ്റഡുമാണ് ഇതിൻ്റെ കീഴിൽ വരുന്ന സ്ഥാപനങ്ങൾ. അല്ല, ആരാണ് ഈ ലൈസൻസ് അനുവദിച്ചു കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ ഇവിടെ അഡീഷണൽ എക്സൈസ് കമ്മീഷണറാണോ, ജോയിൻറ്റ് എക്സൈസ് കമ്മീഷണറാണോ, ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണറാണോ? ഇവരാരുമല്ല എന്ന് ചോദിച്ചാൽ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ മുതൽ മുകളിൽ കമ്മീഷണറോ അല്ലെങ്കിൽ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ. ഇവിടെ നമുക്ക് നൽകാൻ പറ്റുന്ന ആൻസർ ഓപ്ഷൻ സി ആണെന്നറിയുക. ഓക്കെ, ഓപ്ഷൻ സി ഏതാണ്? ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ എന്നറിയുക. ക്ലിയർ ആണോ? ഓക്കെ, അല്ല കമ്മീഷണർ ഉണ്ടെങ്കിൽ കമ്മീഷണറാണ് ശരി. ഓക്കെ ആണ്. അടുത്തത് FL3 ലൈസൻസ് ഉള്ള 4 സ്റ്റാറും അതിന് മുകളിലുമുള്ള ഹോട്ടലുകൾക്ക് നിശ്ചയിച്ചിട്ടുള്ള ദൂരപരിധി എത്രയാണ്? അപ്പോൾ 4 സ്റ്റാറും അതിന് മുകളിലുമുള്ള ഹോട്ടലുകൾക്ക് നമുക്കറിയാം, സാധാരണ FL3 ലൈസൻസ് നമ്മുടെ സ്കൂളുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അതുപോലെ ആരാധനാലയങ്ങൾ, അതുപോലെ SC/ST കോളനികൾ, അതുപോലെ ശ്മശാന ഗ്രൗണ്ടുകൾ തുടങ്ങിയവയിൽ നിന്നൊക്കെ 200 മീറ്റർ ദൂരം പാലിക്കണമെന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടെ FL3 ലൈസൻസിലെ 4 സ്റ്റാറിന് മുകളിലുള്ള ഹോട്ടലുകൾക്കാണെങ്കിൽ എത്ര ദൂരം മതി? 50 മീറ്റർ ദൂരം മതി എന്നാണ് പറയുന്നത്. തെറ്റിക്കരുത്, 50 മീറ്റർ ദൂരം. അപ്പോൾ 200 മീറ്റർ അല്ല, ഇവിടെ 50 മീറ്റർ ആണ്. കറക്റ്റ് ആണേ? കറക്റ്റ്. അടുത്തത് സിഗരറ്റിൻ്റെയും മറ്റ് പുകയില ഉൽപ്പന്നങ്ങളുടെയും പരസ്യ നിരോധനം കോട്ട്പ നിയമത്തിലെ ഏത് വകുപ്പുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അപ്പോൾ സിഗരറ്റിൻ്റെയും മറ്റ് പുകയില ഉൽപ്പന്നങ്ങളുടെയും പരസ്യ നിരോധനം കോട്ട്പ നിയമത്തിലെ ഏത് വകുപ്പാണ്? പരസ്യവുമായി ബന്ധപ്പെട്ട കോട്ട്പയിലെ സെക്ഷൻ എന്ന് ചോദിച്ചാൽ ഏതാണ് കോട്ട്പയിലെ പരസ്യം? അത് സെക്ഷൻ 5 സി ആണ്. സെക്ഷൻ 5 ആണ് അല്ലേ? പരസ്യം, അനധികൃതമായി പരസ്യം ചെയ്തു കഴിഞ്ഞാൽ ശിക്ഷ കിട്ടുമെന്ന് പറഞ്ഞതാണ് സെക്ഷൻ 5 ആണെന്നറിയുക. ഓക്കെ ആണോ? അടുത്തതിലേക്ക് പോകാൻ നമുക്ക് ഉണ്ടോ. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുള്ള ദൂരപരിധി എത്രയായാണ് കോട്ട്പ നിയമത്തിൽ നിർവചിച്ചിട്ടുള്ളത്? ഇത് ഒരുപാട് പേർക്ക് ഡൗട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും ചെയ്തപ്പോൾ അതിൻ്റെ കമൻറ്റിന് താഴെ കുറേ പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ താഴെ ചോദിച്ചിട്ടുണ്ട്, പല ബുക്കുകളിലൊക്കെ 100 മീറ്റർ അല്ലേ? അതൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം അതിനകത്ത് മറുപടി പറഞ്ഞിട്ടുമുണ്ട്. പക്ഷേ നിങ്ങളത് പറയുന്നു, പല ബുക്കുകളിൽ നിന്ന് വിശ്വസിക്കേണ്ട, നിങ്ങൾ 100 യാർഡാണ് പഠിക്കാനുള്ളത്. ഓക്കെ, കാരണം PSC ആൻസർ കൊടുത്തിരിക്കുന്നത് 100 യാർഡിനാണ്. കഴിഞ്ഞ ഒരു പരീക്ഷയ്ക്ക് 100 മീറ്റർ എന്ന് ചോദിച്ചപ്പോൾ അത് തെറ്റായിട്ട് കൊടുത്തു, 100 യാർഡെന്നാണ് തന്നത്. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ ഇനി മനസ്സിലാക്കുക, അല്ലാതെ ഇതിൽ തന്നെ ഉണ്ട് അതങ്ങനെ പഠിക്കോളൂ എന്ന് വിശ്വസിക്കുകയാണെങ്കിൽ അത് ശ്രദ്ധിക്കുക. അപ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുള്ള ദൂരപരിധി എത്രയാണ് കോട്ട്പ നിയമത്തിൽ നിർവചിച്ചിട്ടുള്ളതെന്ന് ചോദിച്ചാൽ 100 യാർഡാണോ, 90 ആണോ, 75 ആണോ? ഒരു സംശയമില്ല, 100 യാർഡ്. 100 വാരം. ഈ 100 വാരം എന്ന് പറഞ്ഞാൽ എത്ര മീറ്റർ എന്ന് ചോദിച്ചാൽ വ്യത്യാസമുണ്ട്. 91.9
91.44 മീറ്റർ. 91.44 മീറ്ററാണ് 100 യാർഡ് എന്ന് പറയുന്നത്. മാത്രമല്ല ഒരു യെല്ലോ ലൈൻ ക്യാമ്പയിൻ എന്നൊരു പദ്ധതിയുണ്ട്, ക്യാമ്പയിൻ അഗേൻസ്റ്റ് ആൽക്കഹോളിസത്തിൽ. യെല്ലോ ലൈൻ ക്യാമ്പയിനിൽ എടുത്തു പറയുന്നത് ഇതുപോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ 100 വാര ചുറ്റളവിൽ ദൂരപരിധിക്കുള്ളിൽ എന്തെങ്കിലും ലഹരി പദാർത്ഥങ്ങളോ മറ്റോ വിൽക്കാൻ പാടില്ല. അതിനുവേണ്ടി അതിൻ്റെ ചുറ്റും മഞ്ഞ യെല്ലോ ലൈൻ വരയ്ക്കും. എത്ര ദൂരം എന്ന് ചോദിച്ചാൽ 100 വാര ചുറ്റളവ്, അതിൻ്റെ ചുറ്റുമുള്ള 100 വാര ചുറ്റളവ് എന്ന് അറിയുക. മനസ്സിലാക്കണം, കോട്ട്പയിൽ 100 വാരമാണ്, 100 മീറ്റർ അല്ല. ഓക്കെ, ഇനി ക്ലിയർ ചെയ്തോളണം. അടുത്തത് കൃത്യമായി താക്കീതുകളില്ലാതെ അല്ലെങ്കിൽ മുന്നറിയിപ്പാണ് സിഗരറ്റോ മറ്റ് പുകയില ഉൽപ്പന്നങ്ങളോ നിർമ്മിക്കുന്നത് കുറ്റകരമാണെന്ന് പറയുന്ന കോട്ട്പയിലെ വകുപ്പ്. താക്കീത് എന്ന് പറഞ്ഞാൽ മുന്നറിയിപ്പ്, അതായത് ഇതിനകത്ത് നിക്കോട്ടിനും ടാറും ഒക്കെ ഉണ്ട് എന്നുള്ള മുന്നറിയിപ്പ്, അതിൻ്റെ അളവുകളും കാര്യങ്ങളും കാണിച്ചുകൊണ്ടൊരു മുന്നറിയിപ്പില്ലാതെ അല്ലെങ്കിൽ താക്കീതുകളില്ലാതെ അത് വിൽക്കാൻ പാടില്ല, അല്ലെങ്കിൽ എന്താണ് പുകയില ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ പോലും പാടില്ല. നിർമ്മിക്കുമ്പോൾ അതിന് കൃത്യമായിട്ട് മുന്നറിയിപ്പൂടെ കാണിച്ചിരിക്കണമെന്ന് പറയുന്ന സെക്ഷൻ എന്ന് ചോദിച്ചാൽ കോട്ട്പയിലെ സെക്ഷൻ 20 എന്ന് നിങ്ങൾ അറിയുക. കോട്ട്പയിലെ സെക്ഷൻ 20, സെക്ഷൻ 20. അതുപോലെ ജില്ലാതലത്തിൽ വിമുക്തി മിഷൻ്റെ കൺവീനർ ആരെന്നാണ്. ജില്ലാതലത്തിൽ വിമുക്തി മിഷൻ്റെ കൺവീനർ ആരെന്നാണ് ചോദിച്ചത്. കൺവീനർ ആരാണ്? അത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റോ. വിമുക്തി മിഷൻ്റെ ജില്ലാതലത്തിലാണ് ചോദിച്ചേക്കുന്നത്, സംസ്ഥാന തലമല്ല. ജില്ലാതലത്തിലാണെങ്കിൽ ആൻസർ ജില്ലാ കളക്ടറാണ് വരുന്നത് കേട്ടോ. ജില്ലാ കളക്ടറാണ് ഇവിടെ ആൻസർ വരുന്നത്. ജില്ലാ കളക്ടർ. വിമുക്തി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വിമുക്തിയുടെ ബ്രാൻഡ് അംബാസഡർ സച്ചിൻ ടെണ്ടുൽക്കർ ആണ്. അതുപോലെ തന്നെ വിമുക്തിയുടെ ടോൾ ഫ്രീ നമ്പർ അറിയാം, 14 ആണ്. ഓർമ്മിച്ച് വെച്ചോണേ, 14 ടോൾ ഫ്രീ നമ്പർ എന്ന് അറിയുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അബ്കാരി നിയമവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്നതിൽ തെറ്റ് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. തെറ്റ്, അതായത് വകുപ്പ് 3/2 അബ്കാരി റവന്യൂ നിർവഹിച്ചിരിക്കുന്നു. അതുപോലെ വകുപ്പ് 6 മദ്യ ഇറക്കുമതിയെ കുറിച്ച് പറയുന്നു. ചാരായ നിർമ്മാണവും കൈവശം വയ്ക്കലും തുടങ്ങി കുറ്റകൃത്യങ്ങൾക്ക് 10 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കും. അതുപോലെ മദ്യത്തിൻ്റെ നിർവചനം 3/10 ആണെന്ന് അറിയുക. ഇതിലേതൊക്കെ ശരി? ആദ്യം നമുക്ക് ശരി നോക്കാം. മദ്യത്തിൻ്റെ നിർവചനം 3/10 തന്നെയാണ് അല്ലേ? മദ്യം നമുക്കറിയാമല്ലോ, 3/10 തന്നെയാണ്. മദ്യം നമുക്കറിയാം, നിർമ്മാണ പ്രക്രിയയുമായി ബന്ധപ്പെട്ട് മദ്യത്തെ രണ്ടായിട്ട് തിരിക്കാം. എന്തൊക്കെയാണ്? വാറ്റിയെടുത്ത മദ്യവും അതുപോലെ പുളിപ്പിച്ച മദ്യവും, അല്ലെ? ഡിസ്റ്റിൽഡ് ലിക്വർ ആൻഡ് ഫെർമെൻറ്റഡ് ലിക്വർ. അതിൽ വാറ്റിയെടുത്ത മദ്യമാണ് ഏതൊക്കെയാണ്? ചാരായവും ബാക്കി എല്ലാ കാര്യങ്ങളും, വിദേശ മദ്യങ്ങളൊക്കെ. എന്നാൽ പുളിപ്പിച്ചത് വരുന്നു കള്ള്, ബിയർ, വൈന്. എങ്കിൽ തൊട്ട് മുകളിലോട്ട് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ഈ മദ്യത്തിനെ വീണ്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. ഏതൊക്കെയാണ്? വിദേശ മദ്യവും നാടൻ മദ്യവും. നാടൻ മദ്യം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കള്ള്, ചാരായം മാത്രമാണ് നാടൻ മദ്യം. ബാക്കി കള്ള്, ചാരായം ഒഴികെയുള്ളതെല്ലാം വിദേശ മദ്യം. അതുപോലെ ചാരായ നിർമ്മാണം, കൈവശം വയ്ക്കൽ തുടങ്ങിയ കുറ്റകൃത്യങ്ങൾക്ക് 10 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കുമെന്ന് ഓർമ്മിച്ചാൽ അത് ശരി തന്നെയാണ്. ഈ 8ാമത്തെ സെക്ഷനിലാണ് അത് പറയുന്നത്. 8 ക്ലിയർ. ചാരായ നിർമ്മാണത്തിന് ശിക്ഷ കിട്ടുമെന്ന് പറയുന്നത് 8ാമത്തെ സെക്ഷനിൽ നിങ്ങൾ അറിയുക. എന്നാൽ ചാരായത്തിന് നിർവചനം ചോദിച്ചാൽ 8 അല്ല. കുറ്റകൃത്യം എന്ന് പറയുന്നതാണ് 8. നിർവചനം ചോദിച്ചാൽ 3/6A എന്ന് പഠിക്കുക. 3/6A ആണ്. RA എന്ന് പഠിക്കുക. അതുപോലെ വകുപ്പ് 6 മദ്യ ഇറക്കുമതിയെക്കുറിച്ച് പറയുന്നുവെങ്കിൽ കറക്റ്റാണ്. 6 ഇറക്കുമതി, 7 കയറ്റുമതി. 6 ഇറക്കുമതി, 7 കയറ്റുമതി. വകുപ്പ് 3/2 അബ്കാരി റവന്യൂ അല്ല. അബ്കാരി റവന്യൂ 1 ആണ്. ഓക്കെ, 3/1 ആണ്. അപ്പോൾ നമ്മൾ ആദ്യം നമുക്ക് തെറ്റായത് ഓപ്ഷൻ എ ആണെന്നറിയുക. അപ്പോൾ ഇവിടുത്തെ ആൻസർ 1 ആണ്. എ ആണ് ആൻസർ. ഓക്കെ, അപ്പോൾ എ ആണ് ആൻസർ. കറക്റ്റായില്ലേ? കറക്റ്റ്. അടുത്തതിലേക്ക് പോകാം. അബ്കാരി നിയമത്തിലെ 15C വകുപ്പ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അപ്പോൾ അബ്കാരി നിയമത്തിലെ 15C നമുക്കറിയാം. 15 എന്ന് പറയുന്നത് കള്ളൊഴികെയുള്ള ഒരു മദ്യവുമായിട്ട് ബന്ധപ്പെട്ട വിൽപ്പനയും നിരോധിച്ചിരിക്കുന്നു. കള്ളൊഴികെയുള്ള എല്ലാ മദ്യങ്ങളുടെയും വിൽപ്പന നിരോധിച്ചിരിക്കുന്നു പറയുന്ന വകുപ്പ് 15 ആണ്. ഇതിനകത്ത് നമുക്കറിയാമല്ലോ, കള്ള് ചെത്തുന്നവരുടെ ലൈസൻസിനെ കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്നുണ്ട് അല്ലേ? കള്ള് ചെത്തുന്നവർക്കുള്ള ലൈസൻസിനെ പറ്റി പറയുന്ന വകുപ്പ് 21 ആണ് അറിയുക. ഓക്കെ, ഇനി നമുക്ക് പ്രായപൂർത്തിയാകാത്തവർക്കുള്ള മദ്യ വിൽപ്പനയാണോ, അതുപോലെ പ്രായപൂർത്തിയാകാത്തവരുടെ മദ്യ ഉപയോഗമാണോ, അതോ പൊതുസ്ഥലത്തെ മദ്യ ഉപയോഗ നിരോധനമാണോ, അതോ അനധികൃത മദ്യ വിൽപ്പനയാണോ എന്ന് ചോദിച്ചാൽ എന്താണ്? 15 C പഠിക്കും മുമ്പ് 15 Aയും Bയും നോക്കാം. നമുക്കറിയാം, കേരളത്തിൽ മദ്യ ഉപയോഗത്തിൻ്റെ കുറഞ്ഞ പ്രായം 23 വയസ്സാണ്. 23 വയസ്സിൽ താഴെയുള്ള ആരും മദ്യം ഉപയോഗിക്കാൻ പാടില്ല. 15 ക്യാപിറ്റൽ A. 15 ക്യാപിറ്റൽ Bയിൽ പറയുന്നു എന്താണ്? മദ്യം എന്ത് ചെയ്യാൻ പാടില്ല? വിൽക്കാൻ പാടില്ല 23 വയസ്സിൽ താഴെയുള്ളവർക്ക്. അടുത്ത് 15 C ആണ് പറയുന്നത് എന്താണ്? പൊതുസ്ഥലത്തെ മദ്യ ഉപയോഗ നിരോധനമാണ് 15 C. അപ്പോൾ ശരി ഉത്തരം ഏതാണ്? ഇതാണ്.
ഇതിൻ്റെ മൂന്നിൻ്റെയും ആൻസർ 15 A ആയാലും B ആയാലും C ആയാലും ഉത്തരം എന്താണ്? ഉത്തരം ശിക്ഷ എന്നാന്ന് ചോദിച്ചാൽ 2 വർഷവും 5000 രൂപയും. 2 വർഷവും 5000. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടെ നമുക്കിവിടെ പറയാനുണ്ട്, നിങ്ങൾ അറിഞ്ഞിരിക്കുക. നമ്മൾ അപ്ഡേറ്റ് ആയിട്ട് വന്നൊരു കാര്യം, 55-ലെ ക്യാപിറ്റൽ Hഉം 55-ലെ ക്യാപിറ്റൽ Iയും പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം പരീക്ഷയിൽ. 55-ലെ ക്യാപിറ്റൽ H എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ അത് പരസ്യവുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങളാണ്. ഏതിൽ? അബ്കാരി ആക്ടിലെ പരസ്യവുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യം. 55-ലെ I ആണെങ്കിൽ സിനിമാ തിയേറ്ററുകളിൽ സിനിമ പ്രദർശിപ്പിക്കുമ്പോൾ അതിൽ മദ്യപിക്കുന്ന സീനുകളുണ്ടെങ്കിൽ അതിൽ തിയേറ്ററിൻ്റെ 10-1 ഭാഗത്തിൽ മുന്നറിയിപ്പ് ഉണ്ടായിരിക്കണം, മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. ഇതിൻ്റെ രണ്ടിൻ്റെയും ശിക്ഷ നേരത്തെ ഇത് 6 മാസവും 25,000 ആയിരുന്നത് ഇപ്പോൾ 50,000 ആക്കി അമൻഡ് ചെയ്തു. ഇത് 6 മാസവും 10,000 ആയിരുന്നത് ഇപ്പോൾ 50,000 അമൻഡ് ചെയ്തു എന്ന് അറിയുക. അല്ലാതെ നിങ്ങൾ ഇന്ന പുസ്തകത്തിൽ അത് കണ്ടു, ആ പുസ്തകത്തിൽ ഇത് കണ്ടു എന്ന് പറഞ്ഞ് തർക്കിച്ചിരിക്കാതെ പറയുന്ന ഒന്ന് ശ്രദ്ധിക്കുക. ഇതെന്ത് ചെയ്യുന്നു? അമൻഡ് ചെയ്തു, അതുകൊണ്ടാണ് ഇത് പറയുന്നത്, ഓർമ്മിക്കുക. ഇനി അഥവാ ഇത് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടില്ല എങ്കിൽ നിങ്ങൾ പഴയത് തന്നെ എഴുതിക്കൊള്ളുക. ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇല്ല എങ്കിൽ പഴയത് എഴുതിക്കൊള്ളുക കേട്ടോ. അമൻഡ് ചെയ്തതുകൊണ്ടാണ് ഇത് പറയുന്നത്. ക്ലിയർ ആണോ? അടുത്തതിലേക്ക് പോവാം. ഓക്കെ, മദ്യനയവുമായി ബന്ധപ്പെട്ട് നിയമനിർമ്മാണത്തിനുള്ള അധികാരം ഗവൺമെൻറ്റിനുണ്ടെന്ന് പ്രതിപാദിക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ്. അപ്പോൾ ശ്രദ്ധിക്കണം, നമ്മളെപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഈ മദ്യം വരുന്നത് സ്റ്റേറ്റ് ലിസ്റ്റിലാണ് ആണല്ലോ, സംസ്ഥാന ലിസ്റ്റിലാണല്ലോ എന്ന് പറയുന്നത് 246-ാമത്തെ അനുച്ഛേദത്തിലാണ്. ഭരണഘടനയുടെ 246-ാമത്തെ അനുച്ഛേദത്തിൽ അത് പറയുന്നുണ്ട്, സർക്കാരിന് അല്ലേ സ്റ്റേറ്റ് ലിസ്റ്റിലാണെന്ന്, മദ്യം സ്റ്റേറ്റ് ലിസ്റ്റ്. അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരിന് അതിന് പ്രത്യേക അധികാരമുണ്ട്. അവിടെ ചോദിച്ചിട്ടുണ്ടോ, മദ്യനയവുമായി ബന്ധപ്പെട്ട് നിയമനിർമ്മാണത്തിനുള്ള അധികാരം ഗവൺമെൻറ്റിനുണ്ടെന്ന് പ്രതിപാദിക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് ചോദിച്ചാൽ നിങ്ങൾ എഴുതണം, നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. ആൻസർ സെക്ഷൻ 29 ആണെന്നറിയുക. സെക്ഷൻ 29 ആണെന്ന് നിങ്ങൾ അറിയുക. സെക്ഷൻ 29 നന്നായിട്ട് ഓർത്തോളണം. ഇതൊക്കെ എക്സ്ട്രാ കിട്ടുന്ന ബോണസ് ക്വസ്റ്റ്യൻസ് ആണ്. അതുപോലെ വരുന്നു, അബ്കാരി ഉദ്യോഗസ്ഥർക്കും പോലീസ് ഉദ്യോഗസ്ഥർക്കും വാറണ്ട് ഇല്ലാതെ വീടുകളടക്കമുള്ള സ്ഥലങ്ങളിൽ പരിശോധന നടത്താൻ അധികാരം നൽകുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ്. ഒന്നുകൂടെ നല്ല ക്വസ്റ്റ്യനാണിത്. നമ്മൾ ദേഹപരിശോധന നമ്മൾ പഠിച്ചു 50, പക്ഷെ ഇവിടെ നോക്കുന്നു അബ്കാരി ഉദ്യോഗസ്ഥർക്കും പോലീസ് ഉദ്യോഗസ്ഥർക്കും വാറണ്ട് ഇല്ലാതെ വീടുകളിലടക്കമുള്ള സ്ഥലങ്ങളിൽ പരിശോധന നടത്താൻ അധികാരം നൽകുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് ഏതെന്ന് ചോദിച്ചാൽ ആൻസർ C 31 ആണ്. വാറണ്ടില്ലാതെ പരിശോധന നടത്താം ഏതെങ്കിലും ഒരു കുറ്റകൃത്യം കണ്ടു കഴിഞ്ഞാൽ ഓപ്ഷൻ C എന്നറിയുക. സെക്ഷൻ 31. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. താഴെ കാണുന്ന പ്രസ്താവനകളെക്കുറിച്ച് നൽകിയിരിക്കുന്ന ഓപ്ഷനുകളിൽ ശരിയേത്? അവിടെ നോക്കാം. മനുഷ്യ ഉപഭോഗത്തിന് യോഗ്യമല്ലാത്ത തരം സ്പിരിറ്റിനെ ഡീനാച്ചുറേഡ് സ്പിരിറ്റ് എന്ന് പറയാം. അതുപോലെ ആൽക്കഹോളിൻ്റെ സ്ട്രെങ്ത് കണ്ടെത്തുന്ന ഉപകരണം ഹൈഡ്രോമീറ്റർ. ENA ഫുൾ ഫോം എക്സ്ട്രാ നാച്ചുറൽ ആൽക്കഹോൾ. അതുപോലെ ഒരേ വീര്യമുള്ളതോ വീര്യത്തിൽ വ്യത്യാസമുള്ളതോ ആയ 2 തരം സ്പിരിറ്റുകളെ കൂട്ടിച്ചേർക്കുന്ന പ്രക്രിയയാണ് ബ്ലെൻഡിങ് അല്ലെങ്കിൽ കലർത്തൽ. നമുക്ക് നോക്കാം. മനുഷ്യ ഉപഭോഗത്തിന് ഒരിക്കലും അനുയോജ്യമല്ലാത്തത് ഡീനാച്ചുറേഡ് സ്പിരിറ്റ് എത്ര പ്രാവശ്യം പറഞ്ഞു? അല്ലെ ഈ ഡീനാച്ചുറേഡ് സ്പിരിറ്റ് ആക്കാൻ അബ്സല്യൂട്ട് ആൽക്കഹോളിൽ എന്ത് ചേർക്കും? നേരത്തെ ഞാൻ പറഞ്ഞു റെക്ടിഫൈഡ് സ്പിരിറ്റിനെ അബ്സല്യൂട്ട് ആൽക്കഹോൾ ആക്കാൻ എന്ത് ചേർക്കും എന്ന് പഠിച്ചു. ഇനി അബ്സല്യൂട്ട് ആൽക്കഹോളിനെ എടുത്ത് ഡീനാച്ചുറേഡ് സ്പിരിറ്റ് ആക്കാൻ വേണ്ടി നമ്മൾ ചേർക്കുന്ന പദാർത്ഥങ്ങൾ കൂടെ ഞാൻ പറഞ്ഞുതരാം. അതും ബെൻസീൻ ഉണ്ട്. ഇവിടെ കോമൺ ആയിട്ടുള്ളൊരു പദാർത്ഥമാണ് ബെൻസീൻ. അതുപോലെ നിങ്ങൾ അറിയുക ഫോർമാൽഡിഹൈഡ്. അതുപോലെ നിങ്ങൾ അറിയുക വുഡ് നാഫ്ത. അതുപോലെ നിങ്ങൾ അറിയുക പിരിഡിൻ. അതുപോലെ അറിയുക ലൈറ്റ് കൊക്കോസൈൻ എന്നൊരു പദാർത്ഥം. ഈ 5 പദാർത്ഥവും ചേർത്താണ് ഒരു അബ്സല്യൂട്ട് ആൽക്കഹോൾ എന്താക്കി മാറ്റുന്നത്? ഡീനാച്ചുറേഡ് സ്പിരിറ്റ് ആക്കി മാറ്റുന്നത്. മനസ്സിലാക്കുക, ഇത് ശരി ഉത്തരം തന്നെയാണ്. മനുഷ്യ ഉപഭോഗത്തിന് യോഗ്യമല്ലാത്തത്. ഇത് ഇൻഡസ്ട്രിയൽ പർപ്പസിന് വേണ്ടിയാണ് ഈ ഡീനാച്ചുറേഡ് സ്പിരിറ്റ് എന്ന് അറിയുക നിങ്ങൾ. അതുപോലെ ആൽക്കഹോളിൻ്റെ സ്ട്രെങ്ത് നമ്മൾ പഠിച്ചു, ഹൈഡ്രോമീറ്റർ കറക്റ്റ് തന്നെയാണ്. 2ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്. 3 ENA കുറിച്ച് നമ്മൾ പഠിച്ചു. അത് എക്സ്ട്രാ നാച്ചുറൽ എന്നാണോ ന്യൂട്രൽ എന്നാണോ? ന്യൂട്രൽ എന്നല്ല ആൻസർ. അപ്പോൾ എക്സ്ട്രാ ന്യൂട്രൽ എന്ന് പഠിക്കുക. ഇതാണ്. അപ്പോൾ ഇതിലുള്ളതിൽ തെറ്റുത്തരം ഏതാണ്? 3 ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ 3 എന്ന് നമ്മൾ പഠിക്കുക. അതുപോലെ തന്നെ ബ്ലെൻഡിങ്ങിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. അപ്പോൾ ആൻസർ ഏതാണ്? C അല്ലേ വരുള്ളൂ. നമുക്ക് നോക്കാം എന്താണ്. 1, 2, 4 ശരി അല്ലേ? 3 തെറ്റല്ലേ? 1, 2, 4 ശരി, 3 തെറ്റ്. അപ്പോൾ ആൻസർ C ആണെന്ന് അറിയുക. ക്ലിയർ ആണോ? 1, 2, 4 ശരി. ഇതിൽ മാത്രം ഈ ന്യൂട്രൽ എന്ന് ഓർമ്മിക്കുക. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. അടുത്ത് നമുക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ചേരുംപടി ചേർക്കുക. നമുക്കറിയാം ഇത് പഠിച്ചിട്ടുണ്ട് നമ്മൾ നേരത്തെ. എന്നാൽ ഒന്ന് എളുപ്പത്തിൽ നോക്കാം. അതായത് നമ്മുടെ ഡിസ്റ്റിലറികളിൽ കടത്തിവിടുന്ന പൈപ്പുകളുടെ
നിറങ്ങൾ, ഓരോ വസ്തുക്കൾ കടത്തിവിടുന്ന പൈപ്പുകളുടെ നിറങ്ങൾ നമുക്ക് നോക്കാം. ഒന്ന് പച്ച. പച്ച നമുക്ക് വാഷാണെന്നറിയുക. പച്ച വാഷ്. നിങ്ങൾ ഓർമ്മിക്കുക, നമ്മൾ കൈ കഴുകാനൊക്കെ പോകുന്ന കുളത്തിൻ്റെയൊക്കെ നിറം പച്ചയല്ലേ, വാഷ്. വെള്ള സ്റ്റീം. വെള്ള നീരാവിയുടെ നിറം വെള്ളയല്ലേ, അതെടുക്കാം. ഓക്കെ. മഞ്ഞ സ്പെൻഡ് വാഷ് എന്നറിയുക. സ്പെൻഡ് വാഷ്. മൊളാസസിൻ്റെ നിറം നീല എന്നറിയുക. മൊളാസസിൻ്റെ നിറം നീല. സ്പിരിറ്റ് ചുവപ്പാണെന്നറിയുക. സ്പിരിറ്റ് ഡേഞ്ചറാണ്, ചുവപ്പാണ്. ഇതാണ് ഇതിൻ്റെ ശരിയായിട്ടുള്ള നിർവചനം. നിർബന്ധമായി ഈ നിറങ്ങൾ പഠിക്കണം. മൊളാസസ് 2-3 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ശരി ഉത്തരം ഏതാണ്? നമുക്ക് നോക്കാം. ഓപ്ഷൻ സി അല്ലേ ശരി ഉത്തരം വരുന്ന. 1 ഡിയും അല്ലേ, ബാക്കി കറക്റ്റാണ്. ഇത് കറക്റ്റ് അല്ലേ? അപ്പം വരച്ചൊന്ന് നോക്കിക്കൊള്ളുക. ഇതൊരു മാർക്ക് കിട്ടുന്നൊരു ടോപ്പിക്കാണ്, ഡിസ്റ്റിലറി വെയർഹൗസ് റൂൾസ്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. റെക്ടിഫൈഡ് സ്പിരിറ്റിൽ നിന്നും ജലം നീക്കം ചെയ്യാൻ ഉപയോഗിക്കുന്ന രാസവസ്തു. പെട്ടെന്ന് പറയണം, ഞാൻ പറഞ്ഞതാണ്. റെക്ടിഫൈഡ് സ്പിരിറ്റിൽ നിന്നും ജലം നീക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു നേരത്തെ ഞാൻ പറഞ്ഞ ഒരു കഥ പറഞ്ഞു. ബെൻസ് പെട്രോള് കഥ പറഞ്ഞു, ഓർമ്മയുണ്ടോ? അതിൽ പൊട്ടാസ്യം കാർബണേറ്റ് ഉണ്ട്, പെട്രോൾ സംസ്കരിച്ച പദാർത്ഥമുണ്ട്, ഗ്ലിസറിൻ ഉണ്ട്. ഇല്ലാത്തത് പിരിഡിൻ ഇല്ല. പിരിഡിൻ ഇല്ല. അപ്പോൾ ഇതിൽ ചെയ്യാൻ ഉപയോഗിക്കുന്ന രാസവസ്തുക്കൾ 1, 2, 4 അല്ലേ. പിരിഡിൻ വരുന്നത് ഡീനാച്ചുറൽ സ്പിരിറ്റ് ആക്കാനാണ്. പിരിഡിൻ വരുന്നത് ഡീനാച്ചുറൽ സ്പിരിറ്റ് ആക്കാനാണ്. കൺഫ്യൂഷൻ വരുത്തരുത്. 1, 2, 4 ശരി ഉത്തരം. 1, 2, 4 ആൻസർ ഏതാണ്? ഓപ്ഷൻ 1, 2, 4 സി അല്ലേ, സി അല്ലേ. അപ്പോൾ സി ആണ് ഇതിൻ്റെ ഉത്തരം. 1, 2, 4 ശരി. പിരിഡിൻ വരണമെങ്കിൽ ഡീനാച്ചുറൽ ആണ്, ഇവിടെ വരുന്നില്ല. അപ്പോൾ ഓർമ്മിക്കുക. അടുത്തത് വിമുക്തിയെ സംബന്ധിച്ച് താഴെ പറയുന്ന ഏത് പ്രസ്താവനകളാണ് ശരിയല്ലാത്തത്? വിമുക്തി മിഷന്റെ ബ്രാൻഡ് അംബാസഡർ വിരാട് കോഹ്ലി എന്നാണ് പറയുന്നത്. വിരാട് കോഹ്ലി അല്ല. വിമുക്തി മിഷന്റെ ബ്രാൻഡ് അംബാസഡർ ആരാണ്? അത് സച്ചിൻ ടെണ്ടുൽക്കറാണ്. അതുപോലെ മദ്യവർജനത്തിന് ഊന്നൽ നൽകിയും മയക്കുമരുന്നുകളുടെ ഉപയോഗം പൂർണ്ണമായും ഇല്ലാതാക്കുവാനും ലക്ഷ്യമിട്ട് കേരള സർക്കാർ 2016 രൂപം നൽകിയ ബോധവൽക്കരണ മിഷൻ ഏത്? അവിടെ ഓർമ്മിക്കുക, മദ്യവർജനത്തിന് ഊന്നൽ നൽകിയും മയക്കുമരുന്നുകളുടെ ഉപയോഗം പൂർണ്ണമായും ഇല്ലാതാക്കുവാനും ലക്ഷ്യമിട്ട് കേരള സർക്കാർ 2016 രൂപം നൽകിയ ബോധവൽക്കരണ മിഷനാണ് വിമുക്തി മിഷൻ. കറക്റ്റാണ്. കേരള സർക്കാരും എക്സൈസ് വകുപ്പും കൂട്ടായ സാമൂഹിക പ്രവർത്തനങ്ങളുടെയാണ് ഇത് നടപ്പിലാക്കിയത്. ഓപ്ഷൻ ഡി ലക്ഷ്യം നാളത്തെ കേരളം ലഹരിമുക്ത നവകേരളം. അതല്ല ലക്ഷ്യം. ഈ നാളത്തെ കേരളം ലഹരിമുക്ത നവകേരളം ഒരു പ്രചരണ പരിപാടിയാണ്, ഒരു 90 ദിവസത്തെ പ്രചരണ പരിപാടിയാണെന്ന് അറിയുക. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. തെറ്റായത് എന്നിട്ട് ശരിയല്ലാത്ത വെച്ചാൽ 1ഉം 4ഉം ശരിയല്ല, 2ഉം 3ഉം ശരിയാണ്. 1 ആൻസർ സച്ചിൻ ടെണ്ടുൽക്കർ വരുന്നു. ഇതൊരു പ്രചരണ പരിപാടിയാണ്, 90 ദിവസത്തെ പ്രചരണ പരിപാടിയാണെന്ന് അറിയുക. ഇതാണ് ഇതിൻ്റെ ആൻസർ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 1ഉം 4ഉമാണ് ഇവിടെ തെറ്റ് അല്ലെങ്കിൽ ശരിയല്ലാത്തതെന്ന് നിങ്ങൾ അറിയുക. ENA കുറിച്ച്, ENAയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ശരിയായ പ്രസ്താവനകൾ ഏത്? എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോളുമായി ബന്ധപ്പെട്ട്. എക്സ്ട്രാ ന്യൂട്രൽ ആണേ. എക്സ്ട്രാ നാച്ചുറൽ എന്ന് കിടപ്പുണ്ട്. എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ എന്ന് അറിയുക. എക്സ്ട്രാ ന്യൂട്രൽ. ഓക്കെ, അവിടെ നോക്കാം. ലഹരി പാനീയങ്ങൾ ഉണ്ടാക്കുന്നതിനുള്ള പ്രാഥമിക അസംസ്കൃത വസ്തുക്കളാണ് ENA. ശരിയാണ്, ഞാൻ പറഞ്ഞതാണ്. 2 പഞ്ചസാര വ്യവസായത്തിൻ്റെ ഒരു ഉപോൽപ്പന്നമാണ് ENA. കാരണം പഞ്ചസാര വ്യവസായത്തിൻ്റെ ഉപോൽപ്പന്നമാണ് ENA എന്ന് പറയാൻ കാരണം ഇത് പഞ്ചസാര എടുത്ത് മാറ്റിയതിന് ശേഷം കിട്ടുന്നതാണ് മൊളാസസ്. അപ്പോൾ മൊളാസസ് ENAയ്ക്ക് ഒരു ഉദാഹരണം കൂടിയാണ്. ശരിയാണ്. അപ്പോൾ ENA ഇറക്കുമതി ചെയ്യുന്നതിനുള്ള ഫീസ് നിശ്ചയിക്കുന്നത് എക്സൈസ് കമ്മീഷണർ അല്ലെങ്കിൽ ആ പദവി വഹിക്കുന്ന ഉദ്യോഗസ്ഥൻ തന്നെയാണ്. ശരിയാണ്. അവിടെ നമുക്ക് നോക്കാം. അടുത്തേതാ? ഒരിക്കൽ നിശ്ചയിച്ച ഫീസ് കാലാനുസൃതമായി മാറ്റം വരുത്താൻ കഴിയില്ല. മാറ്റം വരുത്താൻ കഴിയും. അപ്പോൾ ഇത് തെറ്റായ പ്രസ്താവനയും ബാക്കി 3ഉം ശരിയായതുമാണ്. ആൻസർ ഓപ്ഷൻ ബി 1, 2, 3 ശരിയെന്നാണ്. 1, 2, 3 ശരി. ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നോക്കാം. ചുവടെ നൽകുന്ന പ്രസ്താവനകളിൽ നിന്നും അബ്കാരി നിയമത്തിലെ വകുപ്പ് 11മായി ബന്ധപ്പെട്ട് ശരിയായത്. അപ്പോൾ അബ്കാരി നിയമത്തിലെ വകുപ്പ് 11മായി ബന്ധപ്പെട്ട് ശരിയായത് എന്ന് നോക്കാം. അതായത് പ്രസ്താവന മദ്യമോ ലഹരി പദാർത്ഥങ്ങളോ കടത്തുന്നതിന് ആവശ്യമായ പെർമിറ്റുകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ 11. അപ്പോൾ കടത്തുമായി ബന്ധപ്പെട്ട സെക്ഷൻ പെർമിറ്റിനെ പറ്റി പറയുന്നതാണ് 11. ശരിയാണോ? പെർമിറ്റ് 11ആണ്. നിങ്ങൾ പെർമിറ്റിന് രണ്ട് ചെക്ക് പോസ്റ്റ് പോലെ ഓർത്ത് നോക്കി. പെർമിറ്റ് ഉണ്ടെങ്കിൽ ഇങ്ങനെ അടങ്ങിയിരിക്കും അല്ലേ, 2 കമ്പി ഇങ്ങനെ വെച്ചേക്കുക 11 പോലെ. പെർമിറ്റ് ഇല്ലെങ്കിൽ അടയും, പെർമിറ്റ് ഉണ്ടെങ്കിൽ തുറക്കും. അപ്പോൾ ക്ലിയർ ആണോ? 11 അങ്ങനെ ഓർമ്മിച്ചത്. പെർമിറ്റ് 11ആണ്. അടുത്ത് ഈ പെർമിറ്റ് നൽകുന്നത് എക്സൈസ് വകുപ്പ് മന്ത്രിയാണ് എന്നാണ് ചോദിച്ചേക്കുന്നത്. ശ്രദ്ധിച്ചോണം. അതുപോലെ
ഇത്തരം പെർമിറ്റുകളുടെ കാലാവധി ദീർഘനാളത്തേക്കാണ് നൽകുന്നത്, അതും ഒന്ന് ഓർമ്മിക്കണം. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതൊക്കെ ശരി തെറ്റെന്നാണ്? ഇത് തെറ്റാണ്, കാരണം ഇത് എക്സൈസ് കമ്മീഷണറാണ് നൽകുന്നത്, എക്സൈസ് വകുപ്പ് മന്ത്രിയല്ല. അതുപോലെ ഇത്തരം പെർമിറ്റുകളുടെ കാലാവധി ദീർഘനാളത്തേക്കാണ് നൽകുന്നത്, അല്ല, ഇതൊരു നിശ്ചിത കാലത്തേക്കാണ് നൽകുന്നത് അറിയുക. ചിലപ്പോൾ 1 വർഷമായിരിക്കും, ചിലപ്പോൾ അതിൻ്റെ കാലത്തേക്കായിരിക്കാം. അപ്പോൾ ഇത് രണ്ടും തെറ്റുത്തരമാണ്. ഒന്നാമത്തത് മാത്രമാണ് ശരി, ഓപ്ഷൻ എ ആണ് ശരി, ഒന്ന് മാത്രം ശരിയെന്നറിയുക, ഒന്ന് മാത്രം ശരി പെർമിറ്റിനുമായിട്ട് ബന്ധപ്പെട്ട്. അടുത്തത്, ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും ശരിയായത് എന്തെല്ലാം? ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും ശരിയായവ എന്തെല്ലാം? അബ്കാരി ആക്ടിലെ വകുപ്പ് 8 പ്രകാരം ചാരായ നിർമ്മാണം, ഇറക്കുമതി, കയറ്റുമതി, കടത്ത്, കൈവശം വെക്കൽ, സംഭരണം, വിൽപ്പന തുടങ്ങിയവ നിരോധിച്ചിട്ടുണ്ട്. കറക്റ്റാണ്. ചാരായവുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട സെക്ഷൻ 8 തന്നെയാണ്, കറക്റ്റാണ്. 2, 8 ക്ലോസ് 1 പ്രകാരം ഒരു വ്യക്തിയും പെർമിറ്റ് ഇല്ലാതെ ചാരായം നിർമ്മിക്കുകയോ അവയുടെ ഇറക്കുമതിയോ കയറ്റുമതിയോ സംഭരിക്കുകയോ ചെയ്യാൻ പാടില്ല. കറക്റ്റ് തന്നെയാണ് 8. വകുപ്പ് 8 ക്ലോസ് 1 പ്രകാരമുള്ള വ്യവസ്ഥകൾ ലംഘിച്ചാൽ 10 വർഷം വരെ തടവും 1 ലക്ഷം രൂപയിൽ കുറയാത്ത പിഴയും കിട്ടും. കറക്റ്റ് തന്നെയാണ്. അപ്പോൾ 8ാമത്തെ സെക്ഷനെ കുറിച്ചാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. കൃത്യമായിട്ട് അറിയുക. 8 ചാരായം, ചേരപ്പാമ്പ് 8 പോലെയല്ലേ പോകുന്നത്? ചേരപ്പാമ്പ് ഇങ്ങനെ 8 പോലെയല്ലേ പോകുന്നത്? അത് ഓർമ്മിച്ചോ. ചേരപ്പാമ്പ് 8 പോലെ പോകുന്നത് 8 എടുക്കുക. പക്ഷേ ചാരായത്തിൻ്റെ നിർവചനം ചോദിച്ചാൽ 3 ക്ലോസ് 6 എന്നറിയുക. ആൻസർ ഇവിടെ എല്ലാം ശരിയെന്നാണ്. ആൻസർ എല്ലാം ശരിയാണ്, കറക്റ്റായിട്ട് മനസ്സിലാക്കുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. താഴെ പറയുന്നവയിൽ മീഥൈൽ ആൽക്കഹോൾ അല്ലെങ്കിൽ മെത്തനോളുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന. അപ്പോൾ മീഥൈൽ ആൽക്കഹോളുമായി ബന്ധപ്പെട്ട് നമ്മൾ എത്ര പ്രാവശ്യം പഠിച്ചൊരു വാക്കാണ് അല്ലേ? ഉറപ്പായിട്ടൊരു മാർക്ക് കിട്ടും. വുഡ് സ്പിരിറ്റ് എന്നറിയപ്പെടുന്നു. ആണോ? ആണ്, അറിയപ്പെടും. ബിവറേജായി ഉപയോഗിക്കുന്നു. ഇത് ബിവറേജായി ഉപയോഗിക്കുമോ? അല്ലെങ്കിൽ നന്നായിരിക്കും ബിവറേജായി ഉപയോഗിച്ചാൽ. ഇതെന്താണ്? ഇത് വിഷമദ്യത്തിന് കാരണമാണ് അല്ലേ? അപ്പോൾ അല്ല, അത് തെറ്റാണ്. ബി തെറ്റാണ്. ഇതൊരു വിഷവസ്തുവാണ്. മീഥൈൽ ആൽക്കഹോൾ വിഷവസ്തുവാണ്. ശരി, സമ്മതിച്ചു. ഇതിൽ രാസസൂത്രവാക്യം CH3OH എന്നാണ്. അത് കറക്റ്റാണ്. അപ്പോൾ ഇതിൽ തെറ്റായ ഉത്തരം ബി ആണ്. തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ് ബി ആണ്. ഇതിൻ്റെ ആൻസർ ബിവറേജായി ഉപയോഗിക്കുന്ന ഏതാണ്? മീഥൈൽ ആൽക്കഹോൾ അല്ല, ഈഥൈൽ ആൽക്കഹോൾ എന്നറിയുക, എത്തനോൾ എന്നറിയുക അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ, പ്രസ്താവനകൾ പരിശോധിക്കുക. റെക്ടിഫൈഡ് സ്പിരിറ്റിൽ നിന്നും പരമാവധി ജലത്തെ നീക്കം ചെയ്ത് ലഭിക്കുന്ന ആൽക്കഹോളാണ് ഡീനാച്ചുറേഡ് സ്പിരിറ്റ്. ആണോ? നമ്മൾ പഠിച്ചതല്ലേ? റെക്ടിഫൈഡ് സ്പിരിറ്റിൽ നിന്നും ജലം നീക്കം ചെയ്ത് കിട്ടുന്നത് ഡീനാച്ചുറേഡ് സ്പിരിറ്റ് അല്ല. എന്താണ്? അത് അബ്സല്യൂട്ട് ആൽക്കഹോളാണ്. കറക്റ്റ് ആണോ? അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റല്ലേ? മനസ്സിലായി. ഇനി മനുഷ്യ ഉപയോഗത്തിന് ഒരിക്കലും അനുയോജ്യമല്ലാത്ത തരത്തിൽ ഒന്നോ അതിലധികമോ രാസപദാർത്ഥങ്ങൾ ചേർത്ത് ഉണ്ടാക്കിയെടുക്കുന്നതാണ് അബ്സല്യൂട്ട് ആൽക്കഹോൾ. അതും തെറ്റല്ലേ? ഇത് മനുഷ്യ ഉപയോഗം അല്ലാത്തതാണോ അബ്സല്യൂട്ട് ആൽക്കഹോൾ? അല്ല. ഇതിനെ രണ്ടിനും തിരിച്ചാൽ ശരിയാവും അല്ലേ? ഇത് അവിടെയും വന്നു, അത് ഇവിടെയും വന്നാൽ കറക്റ്റ് ആയില്ലേ? അപ്പോൾ ഈ 2 സ്റ്റേറ്റ്മെൻറ്റും തെറ്റാണ്. ഇത് ശരിയാക്കണമെങ്കിൽ ഈ ആൻസർ ഇവിടെയും വേണം, ഈ ആൻസർ ഇവിടെയും വേണം. അപ്പോൾ ആൻസർ ഡി ആണ് അല്ലേ? ശരി, 1, 2 തെറ്റാണ്. മനസ്സിലായി നിങ്ങൾക്ക്? റിവിഷൻ കൊണ്ട് യൂസ് ആവുന്നുണ്ട്. താഴെ തന്നിട്ടുള്ളവയിൽ വിമുക്തിയുമായി ബന്ധപ്പെട്ട പ്രസ്താവന പ്രവർത്തനങ്ങൾ ഏവ? അതായത് മദ്യം, മയക്കുമരുന്ന് എന്നിവയ്ക്ക് അടിമപ്പെട്ടവരെ തിരുത്തുക. നോക്കാം. ലഹരി ഉൽപ്പന്നങ്ങളുടെ ലഭ്യത ഇല്ലാതാക്കൽ, അതുപോലെ പുനരധിവാസം, അതുപോലെ ABC ഇവയെല്ലാം. ഓക്കെ, വളരെ എളുപ്പമാണ്. വിമുക്തിയുടെ ലക്ഷ്യം ഇത് തന്നെയല്ലോ. നോക്കിയേ, അപ്പോൾ ആൻസർ ഡി ആണ്. ABC ഇവയെല്ലാം വരുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരുന്നു. വിമുക്തി മിഷനുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവന തെറ്റായത് ഏത്? വിമുക്തി മിഷൻ ചെയർമാൻ എക്സൈസ് കമ്മീഷണറാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. മദ്യവർജനത്തിന് ഊന്നൽ നൽകിയും അതുപോലെ ലഹരി മരുന്നുകളുടെ ഉപയോഗം പൂർണ്ണമായും ഇല്ലാതാക്കാൻ ലക്ഷ്യമിട്ട് സർക്കാർ രൂപം നൽകിയ ബോധവൽക്കരണ പദ്ധതിയാണ് വിമുക്തി മിഷൻ്റെ ബ്രാൻഡ് അംബാസഡർ സച്ചിൻ നെല്ലുക്കറാണ്. എല്ലാം ശരിയാണെന്നൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏത് പ്രസ്താവനയാണെന്ന് ചോദിച്ചാൽ ആൻസർ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ ആണ് തെറ്റ്. എന്താണ്? വിമുക്തി മിഷൻ ചെയർമാൻ എക്സൈസ് കമ്മീഷണറാണെന്നാണ് ചോദിച്ചത്. എക്സൈസ് കമ്മീഷണർ അല്ല. വിമുക്തി മിഷൻ ചെയർമാൻ മുഖ്യമന്ത്രിയാണ്. ഗവേണിംഗ് ബോഡി ചെയർമാനാണ്, മുഖ്യമന്ത്രിയാണെന്ന് അറിയുക. ഓക്കെ, അതാണ് അവിടുത്തെ മിസ്റ്റേക്ക്. ബാക്കി ക്ലിയർ ആണ്. അടുത്തിലേക്ക് വരുന്നു. വിദ്യാർത്ഥികൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗവും മറ്റ് പെരുമാറ്റ വൈകല്യങ്ങൾ എന്നിവയ്ക്ക് പരിഹാരം എന്ന നിലയിൽ കേരള സർക്കാർ ആവിഷ്കരിച്ച വ്യാപക പ്രചരണ പരിപാടി ഏത്? അപ്പോൾ വിദ്യാർത്ഥികൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗവും മറ്റ് പെരുമാറ്റ വൈകല്യങ്ങൾ എന്നിവയ്ക്ക് പരിഹാരം എന്ന നിലയിൽ കേരള സർക്കാർ ആവിഷ്കരിച്ച വ്യാപക പ്രചരണ പരിപാടിയാണ് ഓപ്ഷൻ സി ആണ്, ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ്. ഓപ്ഷൻ സി ആണ് ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ്. മനസ്സിലാക്കുക, ഓപ്ഷൻ സി. അടുത്തിലേക്ക് വരുന്നു. ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. ഇന്ത്യൻ ഭരണഘടനയിൽ മദ്യനിരോധനത്തെക്കുറിച്ച് പരാമർശിക്കുന്ന അനുച്ഛേദം ആർട്ടിക്കിൾ 47 ആണ്. അത് മാർഗനിർദ്ദേശ തത്വങ്ങളിലാണ് വരുന്നത്. മനുഷ്യ ഉപയോഗത്തിനായുള്ള മദ്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ പട്ടിക 7ാം പട്ടികയാണ്. ആർട്ടിക്കിൾ 246 പ്രകാരം സംസ്ഥാന ലിസ്റ്റിലാണ് ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ മദ്യവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ഇതിലെ ആൻസർ നമുക്കൊന്ന് നോക്കാം. എന്താണ് ശരി ഉത്തരം എന്ന് നമുക്ക് നോക്കാം. അതായത്
ആദ്യത്തത് ശരി തന്നെയാണ്. കണ്ടോ, ഇന്ത്യൻ ഭരണഘടന മദ്യ നിരോധനത്തെക്കുറിച്ച് പറയുന്നത് ഏതാണ്? 47 കറക്റ്റാണ്. അതുപോലെ മനുഷ്യ ഉപയോഗത്തിലുള്ള മദ്യത്തെക്കുറിച്ച് പറയുന്ന പട്ടിക 7ാമത്തെ പട്ടിക ഷെഡ്യൂളാണ്. അതുപോലെ ആർട്ടിക്കിൾ 246 പ്രകാരം ഇത് സ്റ്റേറ്റ് ലിസ്റ്റിലാണ് ഉൾപ്പെടുത്തിയിരുന്നത്, ശരിയാണ്. അടുത്ത് വരുന്നു, മദ്യവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ വ്യത്യസ്തമായിരിക്കും. ഓരോ സംസ്ഥാനങ്ങളിൽ ഓരോന്നായിരിക്കും, കാരണം സ്റ്റേറ്റ് ലിസ്റ്റ് അല്ലേ. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയിട്ട് വരുന്നു. ആൻസർ ഓപ്ഷൻ ബി ആണ്. എല്ലാം ശരിയെന്ന് കിട്ടും. ക്ലിയർ ആണ്, മനസ്സിലായി വരുന്നുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം നമുക്ക്. മദ്യപിച്ച് വാഹനം ഓടിക്കുന്നതിനെ കുറിച്ച് പരാമർശിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. മദ്യപിച്ച് വാഹനം ഓടിക്കുന്നതിനെ കുറിച്ച് പരാമർശിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ. അതായത് നോക്കാം, മദ്യപിച്ച് വാഹനം ഓടിക്കുന്നതിനെ കുറിച്ച് പരാമർശിക്കുന്ന മോട്ടോർ വെഹിക്കിൾ ആക്ട് 1988 വകുപ്പ് 185. അപ്പോൾ MVD അല്ലെ മോട്ടോർ വെഹിക്കിൾ ആക്ടിനെ കുറിച്ചൊരു ക്വസ്റ്റ്യൻ വരുന്നു. 185 ആദ്യത്തെ കുറ്റത്തിന് ലഭിക്കുന്ന ശിക്ഷ 6 മാസം വരെ ആകാവുന്ന തടവോ 10,000 രൂപ വരെ പിഴയോ രണ്ടും കൂടെ കിട്ടാം. അതുപോലെ വാഹനം ഓടിക്കുന്ന വ്യക്തിയുടെ 200 മില്ലി രക്തത്തിൽ 60 മില്ലിഗ്രാമിലധികം ആൽക്കഹോളിൻ്റെ അളവ് കണ്ടെത്തിയാൽ ആ വ്യക്തി ഈ വകുപ്പ് പ്രകാരം കുറ്റക്കാരനാണ്. തുടർന്നുണ്ടാകുന്ന കുറ്റങ്ങൾ ഒരിക്കൽ ചെയ്തു വീണ്ടും ചെയ്താൽ ശിക്ഷ 2 വർഷം വരെ ആകാവുന്ന തടവോ 15,000 രൂപ വരെ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ കിട്ടും എന്ന് പറയുന്നു. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ എല്ലാം ശരിയെന്നാണ്. ഇതൊന്ന് മനസ്സിലാക്കണം. ഒന്നുകൂടെ പറയാം. മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത് മോട്ടോർ വെഹിക്കിൾ ആക്ട് പ്രകാരം 185. ആദ്യത്തെ കുറ്റത്തിൽ ലഭിക്കുന്നത് 6 മാസവും 10,000. അതുപോലെ വാഹനം ഓടിക്കുന്ന വ്യക്തിയുടെ 200 മില്ലി രക്തത്തിൽ എത്ര വേണം? 60 mgയിലധികം ആൽക്കഹോളിൻ്റെ അളവ് കണ്ടെത്തിയാൽ ഈ വ്യക്തി വകുപ്പ് പ്രകാരം കുറ്റക്കാരനാണെന്നും രണ്ടാമത് ശിക്ഷയും പറഞ്ഞു. എല്ലാം ശരിയാണ്. ഈ സെക്ഷൻ നന്നായിട്ടൊന്ന് പഠിച്ചോളുക. ഇത് മദ്യപിച്ച് വാഹനം ഓടിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. അടുത്ത സെക്ഷനിലേക്ക് പോകാം. അടുത്ത സെക്ഷൻ ശരിയായ ജോഡികൾ ഏതൊക്കെയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് സ്കൂൾ വിദ്യാർത്ഥികളിലെ ലഹരി ഉപയോഗത്തിന് പരിഹാരം കാണുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്ന പദ്ധതി നവചേതന. ശരിയാണോ നോക്കാം. അതുപോലെ ലഹരിയുടെ ഉപയോഗം മൂലം വിദ്യാർത്ഥികളുടെ സ്വഭാവത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ അധ്യാപകരുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ അധ്യാപകർക്ക് എക്സൈസ് വകുപ്പിനെ അറിയിക്കുന്നതിനുള്ള പദ്ധതിയാണ് നേർവഴി എന്ന് പറയുന്നു. വിദ്യാർത്ഥികളിലെ ലഹരി ഉപയോഗം തടയുന്നതിനായി സംസ്ഥാനത്തെ ആരോഗ്യ സർവകലാശാലയ്ക്ക് കീഴിലുള്ള കോളേജ് ക്യാമ്പസുകളിൽ പ്രിൻസിപ്പളിൻ്റെ അല്ലെങ്കിൽ വൈസ് പ്രിൻസിപ്പളിൻ്റെ നേതൃത്വത്തിൽ രൂപീകരിക്കേണ്ട കമ്മിറ്റിയാണ് നേർക്കൂട്ടം. അതുപോലെ മയക്കുമരുന്നിൻ്റെ വിപണനവും ഉപയോഗവും തടയുന്നതിനായി സംസ്ഥാന പോലീസ് വകുപ്പ് വിവിധ വകുപ്പുകളുടെ സഹായത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് യോദ്ധാവ്. അപ്പോൾ ഇത് 4 നമുക്കൊന്ന് നോക്കാം. ഇതിലേതാണ് ശരി ഉത്തരം നോക്കിയാൽ വളരെ എളുപ്പമാണ്. 1 ഇത് പഠിച്ചു, നവചേതന ശരി തന്നെയാണ്. 2 കുട്ടികളുടെ കാര്യം ശ്രദ്ധയിൽപ്പെട്ടാൽ അറിയിക്കണമെന്ന് പറയുന്നത് നേർവഴി കറക്റ്റാണ്. നേർക്കൂട്ടം എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥികൾ ലഹരി ഉപയോഗം തടയുന്നതിനായി സംസ്ഥാനത്തെ ആരോഗ്യ സർവകലാശാലയുടെ കാര്യം പറയുന്നത് നേർക്കൂട്ടം തന്നെയാണ്. അതുപോലെ മയക്കുമരുന്നിൻ്റെ വിപണന ഉപയോഗം തടയുന്നതിനെ സംസ്ഥാന പോലീസ് വകുപ്പിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് യോദ്ധാവുമാണ്. എല്ലാം ശരിയാണ്. ആൻസർ ഓപ്ഷൻ സി ആണ്. എല്ലാം ശരിയാണ്. അതുപോലെ സംസ്ഥാനത്ത് വിൽക്കുന്ന മദ്യത്തിൻ്റെ ഗാഢതയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. അപ്പോൾ സംസ്ഥാനത്ത് വിൽക്കുന്ന ബിയറിൻ്റെ കൂടിയ ഗാഢത 6% വോളിയം ബൈ വോളിയം ആണെന്ന് അറിയുക. സംസ്ഥാനത്ത് വിൽക്കുന്ന വൈനിലെ കുറഞ്ഞ ആൽക്കഹോളിക് ഗാഢത 8 മുതൽ 15.5 വരെയാണ്. 8 മുതൽ 15.5 വരെയാണ്. ജിന്നിൻ്റെ കുറഞ്ഞ ഗാഢത 35 ഡിഗ്രി UPM. മറ്റ് മദ്യങ്ങളുടെ കുറഞ്ഞ ഗാഢത 25 ഡിഗ്രി UPM ആണ്. ഇത്രയും നന്നായിട്ട് കാണാതെ പഠിക്കേണ്ട വാല്യൂസാണ്. കാരണം എന്താണ്? ബിയറിൻ്റെത് 6, ബിയർ 6, വൈന് 8 മുതൽ 15.5, ജിന്നിൻ്റെത് 35 ഡിഗ്രി UP, മറ്റു മദ്യങ്ങൾ 25 ഡിഗ്രി UP. എല്ലാം ശരിയാണ്. ആൻസർ എല്ലാം ശരിയെന്ന് ഒരിക്കൽ ഈ വാല്യൂസ് കാണാതെ പഠിച്ചോളുക. അതുപോലെ സംസ്ഥാനത്തെ ഡ്രൈ ഡേകളിൽ ഉൾപ്പെടാത്ത പഠിച്ചല്ലോ നമ്മൾ അല്ലേ. ഇതിൽ ഉൾപ്പെടാത്തത് ഏതായിരിക്കും? ഗാന്ധി ജയന്തിയുണ്ട്, ദുഃഖവെള്ളിയുണ്ട്, ശ്രീനാരായണഗുരു സമാധിയുണ്ട്. ആൻസർ ഓപ്ഷൻ ബി ഈസ്റ്റർ ആണ് ഇതിനകത്ത് വരുന്നത്. അറിയാം നമുക്ക്. അതുപോലെ ഈസ്റ്റിലെ ഏത് എൻസൈമിൻ്റെ സാന്നിധ്യത്തിലാണ് ഗ്ലൂക്കോസ് ആൽക്കഹോളായി മാറുന്നത്? അപ്പോൾ അവിടെ എന്താണ്? ഇൻവെർട്ടേസ് ആണോ, സൈമേസ് ആണോ, ഡയാസ്റ്റേസ് ആണോ, മാൾട്ടേസ് ആണോ എന്ന് ചോദിച്ചാൽ ആൻസർ സൈമേസ് ആണ്. അതായത് ഈ നമ്മൾ പറയും പോലെ നമ്മുടെ എന്താണ് ഗ്ലൂക്കോസ് അല്ലെങ്കിൽ പഞ്ചസാര മാറ്റിയതിന് ശേഷം അതിൽ ബാക്കി വരുന്ന